Good morning everyone. Welcome to Ada 24/7 Malayalam channel. Namaskaram. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. അപ്പോൾ let's start with the Hindu editorial analysis of 29th November 2021. അപ്പം എല്ലാവർക്കും സ്വാഗതം. സോറി, കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലേ. സോറി ഫോർ ദ 4 minutes ഡിലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതി അറിയായിരിക്കും. നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ഡെയിലി 9 AM to 10 AM മൺഡേ ടു ഫ്രൈഡേസിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ എഡിറ്റോറിയൽ സെക്ഷൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് വൊക്കാബ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അത് ദിവസത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങനെയാണ്, തുടക്കത്തിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതിനുശേഷം സിനോണിംസ് ആൻഡ് ആന്റണിംസ്, നേരെ പോയിട്ട് നമ്മൾ ആർട്ടിക്കിൾ ഡീറ്റെയിൽ അനാലിസിസ് നടത്തുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ തരുന്നു. കഴിഞ്ഞ ദിവസത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് നോക്കുന്നു, എന്നിട്ട് ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻസ് തരുന്നു. അപ്പോൾ ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. യുവർ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു മീൻസ് ആണ്. ആൻഡ് വൊക്കാബിന് ഇംപ്രൂവ്മെന്റ് ചെയ്യാം, വൊക്കാബുലറി നിങ്ങളുടെ എൻറിച്ച് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വൊക്കാബ് കുറവാണെങ്കിൽ യു ക്യാൻ യൂസ് എ സെഷൻ ആസ് വെൽ. ഓക്കെ, ഓൾ റൈറ്റ്, സോ ലെറ്റ് സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഹായ്. ഓക്കെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് മടുത്തു അരുൺ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും. കൂടാതെ ഡബിൾ വാലിഡിറ്റി ഓഫറും അവൈലബിൾ ആണ് എല്ലാ മഹാപാക്സിനും ടെസ്റ്റ് പാക്കുകൾക്കും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ട്, ടെസ്റ്റ് സീരീസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, മഹാപാക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്, 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ വാലിഡിറ്റി 2 വർഷത്തേക്ക്, 1 വർഷത്തെ കോഴ്സ് 2 വർഷത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടന്നോളൂന്ന് സാരം കേട്ടോ. കൂടാതെ ഏതൊരു കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ ഫാക്കൽറ്റീസിന്റെ കോഡ് യൂസ് ചെയ്താൽ. ഫാക്കൽറ്റീസിന്റെ കോഡ് Y314 എൻ്റെ കോഡ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കോഡാണ്. Y314 എൻ്റെ Y314. അപ്പോൾ നമുക്ക് ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. +2 മെയിൻസിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്, KTETന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്, KSന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആൻഡ് നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ ഏറ്റവും ഫസ്റ്റ് വരാൻ പോകുന്ന ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ പ്രാക്ടീസ് ബാച്ച് ആണ് 6-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ഷടപടയെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഇഫ് യു ആർന്റ് വില്ലിംഗ് ടു വർക്ക് ഫോർ ഇറ്റ്, ഡോണ്ട് കംപ്ലെയിൻ അബൌട്ട് നോട്ട് ഹാവിങ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വേണം, നിങ്ങൾ റെഡി ആണോ വർക്ക് ചെയ്യാൻ, എങ്കിൽ പോരെ. ആൻഡ് വർക്ക് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ ഡോണ്ട് കംപ്ലെയിൻ അബൌട്ട് നോട്ട് ഹാവിങ് ഇറ്റ്. എനിക്കതില്ല, അവർക്കതുകൊണ്ട് എനിക്കില്ല എന്നൊരു കമ്പാരിസൺ ചെയ്ത് കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കരുത്. ബിക്കോസ് ഇഫ് യു ആർ നോട്ട് റെഡി ടു വർക്ക് ഫോർ ഇറ്റ്, ദർ ഇസ് നത്തിങ് ദാറ്റ് യു ക്യാൻ ഡു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പിന്നെ അവിടെ ഒന്നുമില്ല കാര്യം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് അവർ കോഡ് ഫോർ ടുഡേ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്, സോ മൂവിങ് ഓൺ. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഏതാന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ചാൽ 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന്, പുതിയൊരു നമ്മുടെ വാക്സിൻ വേരിയന്റ് വന്നിട്ടുണ്ട്. അതിപ്പോൾ പല കൺട്രീസിലും പെട്ടെന്ന് തന്നെ എടുത്തു കൊടുത്തൊരു വാക്സിൻ വേരിയന്റ് വന്നിട്ടുണ്ട്. അപ്പം അതിനെ പറ്റിയൊരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന്. കൂടാതെ നമുക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 2 ആർട്ടിക്കിളാണ് വന്നേക്കുന്നത്. അപ്പോൾ കൂടാതെ നമുക്ക് വന്നേക്കുന്ന 2ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ EWSന്റെ ഒക്കെ നമ്മുടെ എന്താണ് നമ്മൾ പറയാറില്ല, നമ്മുടെ ഇക്കണോമിക് ആയിട്ടുള്ള ഇക്വാലിറ്റി കൊണ്ടുവരണം, ഇക്വിറ്റി കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ റിസർവേഷൻസിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ എന്നുള്ള. അപ്പോൾ അത് നമ്മൾ നല്ല ഇറ്റ്സ് വർത്ത് റീഡിങ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റേ വേരിയന്റ്, വാക്സിൻ വേരിയന്റിനെ പറ്റി, നമ്മുടെ കോവിഡിനുള്ള വാക്സിൻ വേരിയന്റിനെ പറ്റിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതേപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സയന്റിഫിക് അവയർനെസ് കിട്ടും. സോ ഗിവ് ഇറ്റ് എ റീഡ്. അപ്പോൾ വായിക്കാൻ മറക്കേണ്ടത്. എന്നാലും നമുക്ക് ഇന്ന് മറ്റൊന്ന് നോക്കാം. ഓൾ റൈറ്റ്, യെസ് ഒമിക്രോൺ തന്നെ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. നമുക്ക് ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇതാണ്. ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് സംതിങ്. ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പറയാറില്ലേ, ദിസ് ഇസ് ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് ഡിഫൻസ്, ദിസ് ഇസ് ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് മെഡിസിൻ, ദിസ് ഇസ് ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് ഹെൽത്ത് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഏതൊരു ഒരു മേഖലയിൽ, എനി മെയ്ഡ് ബി ഹെൽത്ത്, മെയ്ഡ് ബി ഡിഫൻസ്, മെയ്ഡ് ബി പൊളിറ്റിക്സ്, മെയ്ഡ് ബി എഡ്യൂക്കേഷൻ, എന്തൊരു മേഖലയിലും ഫസ്റ്റ് ഇൻ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു ടാക്കിൾ എ പ്രോബ്ലം. എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് എങ്കിൽ യു ക്യാൻ യൂസ് ദ ഇഡിയം ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് സംതിങ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ, മറക്കരുത്. ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനം എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സാധനം, ദാറ്റ് ഇസ് ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് സംതിങ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ബോഡി, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ മറക്കണ്ട ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് സംതിങ് എന്നുള്ളത് നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ യു കെൻ സേ കോവാക്സിൻ ഇസ് ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് എന്താണ് ഇമ്മ്യൂണിറ്റി ഇൻ അഗൻസ്റ്റ് COVID-19 ഇൻ ഇന്ത്യ. കോവാക്സിൻ എന്ന് പറയാം, അല്ലെങ്കിൽ കോവിഷീൽഡ്, വാട്ട് എവർ, ഏത് രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഐ എം ജസ്റ്റ് ടെലിംഗ് യു ഏത് രീതിയിൽ പറയാണ്. സോ അടുത്ത് നോക്കി, ഇൻ ലൈൻ വിത്ത്, നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് ഇൻ ലൈൻ വിത്ത് എന്ന് പറയുന്നത്. സോ ഇൻ ലൈൻ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ഇൻ എഗ്രിമെന്റ് വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത്, കംപ്ലൈ വിത്ത്, ഒരു കാര്യത്തോടെ നമ്മൾ അലൈൻ ചെയ്തു പോവാണ്. ഇൻ അലൈൻമെന്റ് വിത്ത്, അലൈൻ ചെയ്തു പോവാണ്, പൊരുത്തപ്പെട്ടു പോവാന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഇൻ അലൈൻമെന്റ് വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ അഗ്രിമെന്റ് വിത്ത് എന്നൊക്കെയാണ് ഈ പറയുന്ന ഇൻ ലൈൻ വിത്ത് സംതിങ് എന്നതിന്റെ മീനിങ്. ഇൻ ലൈൻ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ഓക്കെ ആയിട്ട് പോകണം. സീംസ് ഈക്വൽ ലെവൽ ആസ് സംതിങ്, ഒരു കാര്യമായിട്ട് ഈക്വൽ ആയിട്ട് പോകും, ഇക്വേറ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണെങ്കിൽ യു കെൻ സേ ഇറ്റ് ഇസ് ഇൻ ലൈൻ വിത്ത് സംതിങ്, ഇൻ അലൈൻമെന്റ് വിത്ത്, ഇൻ അഗ്രിമെന്റ് വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം. ഐ തിങ്ക് യു റിമെമ്പർ ദിസ് അല്ലേ, നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പോരട്ടെ, സെന്റൻസുകൾ പോരട്ടെ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഈസ് ഫസ്റ്റ് ഇൻ ലൈൻ ഓഫ് റിഫോമിംഗ് okay, in line of reforming social indicators in our country. Great, okay, good work. അടുത്ത നോക്കി, a share of the pie, a share of the pie. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ്, നമ്മൾ ഇഡിയമാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ കണ്ട ആപ്പിൾ പൈ ഓർഡർ ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? പൈ എന്ന് വെച്ചാൽ ഒരുപാട് പൈ ഇഡിയംസ് ഒരുപാടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ പൈ ഇഡിയംസ് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ആപ്പിൾ പൈ ഓർഡർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊരു ഇഡിയമാണ്, ആപ്പിൾ പൈ ഓർഡർ. പൈ ഇഡിയംസ് ഒരുപാടുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോമിനന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷുകാർക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പൈ, നമ്മുടെ നാട്ടിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നമ്മൾ കേക്ക് ഒക്കെ വെക്കുന്ന പോലെ അവർക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എല്ലാ ഇതിനും പൈ ആണ്. ആസ് എ ഡിസേർട്ട് ദേ യൂസ് പൈ. അവർക്ക് വളരെ ക്രീം ആൻഡ് പൈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് അവരുടെ ഡെയിലി ലൈഫിൽ. സോ പൈ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് അവിടെ. അപ്പോൾ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൃത്യതയോടുള്ള വൃത്തിയായിട്ടുള്ള ഓർഡർ, ഇനി പ്രോപ്പർ സ്ട്രക്ചർ ഒക്കെയാണ്, പ്രോപ്പർ ഓർഡർ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ആപ്പിൾ പൈ ഓർഡർ എന്നൊക്കെ പറയും. സോ അപ്പോൾ ഷെയർ ഓഫ് ദ പൈ, പൈ സംതിങ് ഇമ്പോർട്ടന്റ് ഓർക്കണം. അപ്പൊ ഷെയർ ഓഫ് ദ പൈ എന്ന് പറഞ്ഞാൽ സംതിങ് വെരി ഇമ്പോർട്ടന്റ് എന്ന അർത്ഥം. അപ്പോൾ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓർ ബെനിഫിറ്റ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബെനിഫിറ്റ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം എന്നാണ് ഷെയർ ഓഫ് ദ പൈ എന്ന് പറയാം കേട്ടോ. ഷെയർ ഓഫ് ദ പൈ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദി പ്രോഫിറ്റ് ഓർ ബെനിഫിറ്റ്. മറന്നു പോരുത് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ടു ഗെറ്റ് എ ബെറ്റർ ഗ്രേഡ് ഇൻ NAC, the quality improvement of the faculty is in the first line. Yes, great. Social distancing is first in line to prevent COVID-19. Yes, Lechu, great. In line with our tradition. Yes, Hasina. Yes. Correct ആയിരുന്നല്ലോ ബിൽ, എന്തുകൊണ്ടത് മായ്ച്ചു? കറക്റ്റ് ആയിരുന്നല്ലോ. യെസ്, മൂവിങ് ഓൺ. അടുത്ത പിടിച്ചോളൂ, പെയിൽ ഇൻ കമ്പാരിസൺ. നോക്കുക, പെയിൽ എന്ന് പറയുമ്പോൾ മങ്ങി അല്ലെ. പെയിൽ ആണെന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഒരു മങ്ങിയതിനെയാണ് നമ്മൾ പെയിൽ എന്ന് പറയാം ആണല്ലോ. അപ്പൊ പെയിൽ ഇൻ കമ്പാരിസൺ എന്ന് വെച്ച് നോക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടന്റ് അല്ലേ, കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടന്റ്, കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടന്റ് നമ്മൾ പറയില്ലേ, ലെസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മതി. ബിക്കോസ് ലെസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ വീണ്ടും കമ്പാരിറ്റീവ്ലി എന്ന് പറയില്ല അല്ലെ. അപ്പോൾ അതിനാണ് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബാഡ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടന്റ് അല്ലാത്തത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അതിനെ പറയുന്ന പേരാണ് പെയിൽ ഇൻ കമ്പാരിസൺ വിത്ത് സംതിങ്, പെയിൽ ഇൻ കമ്പാരിസൺ ബൈ സംതിങ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് കേട്ടോ. അപ്പം ലെസ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ലെസ് സീരിയസ് ആണ്. അത്ര സീരിയസ് അല്ല, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കാണാത്തൊരു കാര്യം, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണാത്തൊരു കാര്യമാണെങ്കിൽ യു സേ ഇറ്റ് ഇസ് ദാറ്റ് ഇസ് പെയിൽ ഇൻ കമ്പാരിസൺ എന്ന് പറയാം കേട്ടോ. പെയിൽ ഇൻ കമ്പാരിസൺ എന്നുള്ള ഇഡിയം കണ്ട ഓർത്തോണം, അതിന്റെ അർത്ഥം ഇതാണ്, ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലെസ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. യെസ് ജസ്റ്റിൻ, ആപ്പിൾ ബൈ ഓർഡർ എന്ന് പറഞ്ഞൊരു കൃത്യമായിട്ട് പ്രോപ്പർ ഓർഡർ, പ്രോപ്പർ സ്ട്രക്ചർ, അതിനെയാണ് പ്രോപ്പർ ഓർഡർ ഉണ്ട്, നല്ല ക്ലീൻ ആൻഡ് ഭയങ്കര ഒരു കിടുക്കൻ ഓർഡർ ആണെങ്കിൽ യു സേ ദാറ്റ് ഇസ് ആപ്പിൾ ബൈ ഓർഡർ. യെസ് ഹരി, പെർഫെക്റ്റ് ഓർഡർ. യെസ്, താങ്ക് യു ഹരി. ഓൾ റൈറ്റ്. അടുത്ത്, eliminating gender gaps in economic participation is first in line of increasing per capita income. Great, Aisha, great. All right. Her work is in line with the tradition of this company. Okay, great, Seji, great. India government. ഞാൻ ഇന്നാളെ പറഞ്ഞു അശ്വതി, ഇറ്റ്സ് നോട്ട് ഇന്ത്യ ഗവൺമെന്റ്, യു ക്യാൻ സേ ഇന്ത്യൻ ഗവൺമെന്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യാസ് ഗവൺമെന്റ് എന്നൊക്കെ നമ്മൾ പറയും. സോ അതിന് ഭേദം ഇന്ത്യൻ ഗവൺമെന്റ്, യു ക്യാൻ യൂസ് ദാറ്റ്. ഇന്ത്യൻ ഗവൺമെന്റ്, verb എവിടെ അശ്വതി? verb എവിടെ? ഇന്ത്യൻ ഗവൺമെന്റ് ഈസ് ഫസ്റ്റ് ഇൻ ലൈൻ with restriction of people from outside to prevent Omicron. അത് കറക്റ്റാ. സോറി, Omicron. Yes, Omicron.
Yes, അപ്പോൾ Indian government is first in line. കേട്ടോ, correct ആണ്, is first in line ആണ്. You can use it. Hi Rashmi, good morning. The government rule for the protection of animals is pale in comparison. Pale in comparison, സോഫിയ, pale in comparison ഉപയോഗിക്കുമ്പോൾ സോഫിയ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആ കമ്പാരിസന് ശേഷം എന്ത് ഉപയോഗിക്കണം? pale in comparison with something, എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാ എന്നുള്ളത് കൂടെ കൊടുക്കുക. ബിക്കോസ് കമ്പാരിസൺ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മറ്റൊരു സാധനത്തിനെ കമ്പയർ ചെയ്യണ്ടേ. സോ യു ക്യാൻ pale in comparison with എന്ത് എന്നൂടെ കൊടുക്കണം കേട്ടോ. അപ്പോഴേ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. Yes, okay. Employees always have a share of the pie in Infosys. Great. The electronics department is in line with CUSAT for the faculty exchange program. All right, good. Good morning, Gina. Good morning. Attending marriage paled in comparison with my exam preparations. Attending the marriage. അവിടെ ബോഡി ഒരു കാര്യം പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, ഞാൻ ഇന്നാൾ പറഞ്ഞാണ്. ബട്ട് ഒരു കാര്യം വളരെ, മാരേജ് എന്ന് പറഞ്ഞാൽ ദാമ്പത്യം എന്നാണ് അർത്ഥം. കല്യാണം എന്നുള്ള വെഡിങ് ഫംഗ്ഷൻ ആണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് വെഡിങ്. യു കനോട്ട് സേ മാരേജ്. അതൊരു മാരേജ് ആണെന്ന് പറയരുത്. കല്യാണം ആ ദിവസം, ആ ഡേ ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ദാറ്റ് ഇസ് വെഡിങ് ഡേ ആണെങ്കിൽ. മാരേജ് ഇസ് ഓൾ അബൌട്ട് ലൈഫ്. കേട്ടോ, ആ ജീവിതം, ദാമ്പത്യ ജീവിതത്തെ പറ്റിയാണ് മാരേജ് എന്ന് പറയുക. സോ മൈ മാരേജ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജ് ലൈഫ് സക്സസ്ഫുൾ ആണ് എന്ന് പറയും. ഇനി മൈ വെഡിങ് വാസ് എ സക്സസ് എന്ന് പറഞ്ഞാൽ മൈ വെഡിങ് ഡേ, കല്യാണ ദിവസം സൂപ്പറായി നടന്നു, ഓക്കെ ആയിരുന്നു, പൊളിച്ചു എന്നാണ് ഉദ്ദേശം. സോ ഡോണ്ട് മേക്ക് ദ കൺഫ്യൂഷൻ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ്. മാരേജ് എന്ന് പറഞ്ഞാൽ ലൈഫിനെ പറ്റിയാണ്, ദാമ്പത്യ ജീവിതം. സോ വെഡിങ് ഇസ് ദാറ്റ് ഡേ, പെർട്ടിക്കുലർ ഡേ, ദ സ്പെഷ്യൽ ഡേ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സംഭവം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ അത് മാറ്റി ഇന്ന് ഓർത്തുകൊണ്ട് വെക്കാം കേട്ടോ. ബട്ട് കറക്റ്റ് ആയിരുന്നു. അറ്റൻഡിങ് ദി വെഡിങ് പെയിൽഡ് ഇൻ കമ്പാരിസൺ വിത്ത് മൈ എക്സാം പ്രിപ്പറേഷൻസ് എന്ന് കൊടുക്കാം. ദാറ്റ്സ് കറക്റ്റ്. ഓൾ റൈറ്റ്. വിനീത, ഗുഡ് മോർണിംഗ്. റിലയൻസ് ഇസ് പ്ലാനിങ്. Reliance has planning alla Hari. Reliance is planning to buy a share of the pie from Jaguar. Okay, so engane kodukkanam? Has alla is aanu ട്ടോ. Reliance is planning. Has planning kodukilla. Has ing varathilla. Has v3 aanu form varunne. Has planned aanengil okay, you can say that. Adutha, climate change is a serious issue, but sometimes seeing the attitude of authorities is like pale in comparison. Comparison with what? Karthika ഞാൻ നേരത്തെ പറഞ്ഞ പോലെ comparison with എന്തെന്നും കൂടെ കൊടുക്കണം കേട്ടോ. Father divided among the daughters share of pie. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത് വരും. അതിൽ എങ്ങനെ കൊടുക്കണം? ഫാദർ ഡിവൈഡഡ് ദ ഷെയർ ഓഫ് പൈ among the daughters. among the preposition അവസാനം വരിക. ഫാദർ ഡിവൈഡഡ് ദ ഷെയർ ഓഫ് ദ പൈ among the daughters. അങ്ങനെ കൊടുക്കുക കേട്ടോ. ഹീസ് ഇൻ ലൈൻ വിത്ത് ഗെറ്റിംഗ് എ ഷെയർ ഓഫ് ദ പൈ ഓഫ് ദ ഓർഗനൈസേഷൻ റോൾഡ് ഔട്ട് ന്യൂലി. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. We should give a share of pie to the poor and help them to improve their lives. Great. Okay, so let's see. Roll out എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്യുക ഓർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്താ ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക എന്നൊക്കെയുണ്ട് റോൾ ഔട്ടിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഓർഗനൈസ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ റോൾ ഔട്ട് ദ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാക്സിനേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. അപ്പോൾ റോൾ ഔട്ട് anything that can be launched or introduced or organized, you say roll out എന്ന് യൂസ് ചെയ്യുക കേട്ടോ. ഓർത്ത് വെച്ചോണേ. Yeah, so watching Hindu editorial is the first in line for language acquisition. Great. Yes it is. You can learn a lot. Hindu editorial നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. Great. Moving on. അപ്പം മറക്കണ്ട, 5 idioms കയ്യിലിരുന്നോണം. First in line of something, in line with, a share of the pie, pale in comparison, and roll out. Okay, moving on to today's synonyms, antonyms and related words. നോക്കാം. Okay, ആദ്യത്തെ വാക്ക് നോക്കിയേ, opposite. What is opposite? നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഓപ്പോസിറ്റ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഓപ്പോസിറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആണെന്ന് വെച്ചാൽ എന്താ പറയാ, വിപരീതം അല്ലെങ്കിൽ ആന്റണിം എന്ന സംഭവം. ആന്റണിം കേട്ടിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് എന്ന്. അപ്പോസിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോസിറ്റ് ഇസ് ആൻ അഡ്ജക്റ്റീവ്. അപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ്, സ്യൂട്ടബിൾ, ഫിറ്റിംഗ്, ആപ്റ്റ്. നോക്കിക്കേ, മാറിപ്പോരുതേ. എക്സാമിന് ഇന്നാള് ചോദിച്ചു കണ്ടിട്ടുണ്ട്, മിസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസിങ് വേർഡ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ് ഇസ് നോട്ട് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇറ്റ് ഇസ് അപ്പോസിറ്റ് ആൻഡ് ദിസ് ഈസ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ആൻഡ് അപ്പോസിറ്റ് രണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കാതെ എഴുതുക. രണ്ടിനും മീനിങ് എൻറ്റയർലി ഡിഫറെന്റ്. ആന്റണിമാണ്, വിപരീതം ഈസ് സംതിങ് അനദർ അല്ലെ. രണ്ട് മുഖത്തിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വാക്കാണ്. അപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആണ്, സ്യൂട്ടബിൾ ആണ്, ഫിറ്റിംഗ് ആണ്, ആപ്റ്റ് ആണ് എന്നൊക്കെ ഉള്ളതാണ്. സോ കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്ന ആദ്യത്തെ വേർഡ് പിടിച്ചോളൂ, അപ്പോസിറ്റ് ആൻഡ് ഓപ്പോസിറ്റ്. മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ കമ്പനി റോൾഡ് ഔട്ട് ഇറ്റ്സ് ന്യൂ പ്രോഡക്റ്റ് ത്രൂ എ ഗ്രാൻഡ് ഫംഗ്ഷൻ. യെസ് സോഫി, ഗ്രേറ്റ്. I'll do. ഞാൻ കുറച്ച് തിരക്കാണ് ഇപ്പം. ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസത്തിനുള്ളിൽ നമ്മളത് കറക്റ്റ് ആക്കി തരും. ഡോണ്ട് വറി. ഓക്കെ, I'll check it.
Ebla, yes. PM ഒരു പ്രൈസ് sorry, Ebla എന്താ പറഞ്ഞാൽ I always sees his company affairs pale in comparison with family. Great. All right. Great. അടുത്തെന്താണ്? Though I have a share of pie in the family business, it's pale in comparison with. It is. സിന്ധു അവിടെ നോക്കിയേ, ഇറ്റ്സും വ്യത്യാസം മാറിപ്പോരുതേ. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണിത്. നോക്കിയേ, ഈ ഇറ്റില്ലേ, ഈറ്റ്സിന്റെ അർത്ഥം പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, അതിൻ്റെ എന്നാണ് അർത്ഥം കേട്ടോ. ഇനി അത് ടൈപ്പ് വന്നാണെങ്കിൽ ഓക്കെ വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ മറക്കരുത്. ഇറ്റ്സ് ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ 3 അർത്ഥമുണ്ട്. ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഇറ്റ് വാസ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ്. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ഈ 3 ഉപയോഗിച്ചു, ഒരു പ്രശ്നവുമില്ല. ഇറ്റ് ഹാസ് വരുമ്പോൾ, ഇറ്റ് ഈസ് വരുമ്പോൾ, ഇറ്റ് വാസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചു. ഹാസ് ആണെങ്കിൽ V3 വരണമെന്നേ ഉള്ളൂ. വാസ് ആണെങ്കിൽ ING, ഇറ്റ് ഈസ് ആണെങ്കിൽ ING വരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ V3 ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ പാസീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് വാസ്, അങ്ങനെ അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ ആ സ്റ്റേറ്റ് യൂസേജിൽ ഉപയോഗിക്കാം. നോ ഇഷ്യൂ. പക്ഷേ ഇറ്റ്സും മാറിപ്പോയത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ്ങും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ദാറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് തിങ് ടു നോട്ട്. ഓക്കെ, നോ ഡൗട്ട്. അത് നോക്കി, ഇറ്റ് ഈസ് പെയിൽ ഇൻ കമ്പാരിസൺ വിത്ത് ഗെറ്റിംഗ് എ ഗവൺമെന്റ് ജോബ്. അത് കൊടുക്കുക കേട്ടോ. ആപ്പിൾ റോൾ ഔട്ട് ദെയർ ന്യൂ സീരീസ് ഓഫ് സ്മാർട്ട് വാച്ചസ്. യെസ്, ജസ്വിൻ. Yeah, I rolled out a new timetable for my HC exam. Great. You organized, that's good. Union government rolls out fast track courts for hearing sexual offense cases of minor girls. Great. As a partner of your company, I need a share of the pie. Great. Airtel has decided to roll out their 5G network in India. Yes, I wanted him to be more active in family business as he always demands equal share of the pie. Yes, she rolled out her new product. Great. Several developed countries pale in comparison while acting upon climate change driven policies. Great. I couldn't find any opposite study materials for my studies. Great. Opposite. Great. This person is opposite for you. Suitable. Her dress is opposite for the party. Great. We must say that opposite is the opposite of opposite. മനസ്സിലായി. കറക്റ്റ് ആണ് അമ്പു, കറക്റ്റ് ആണ്. യെസ്, ഇറ്റ് ഈസ്. ദർ ഈസ് an opposite way to roll out your project. Yes, new jacket is opposite for you. Great. Moving on to next one. Avail എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാലോ. avail എന്ന വാക്കും നിങ്ങൾക്കറിയാം, available എന്ന വാക്കും നിങ്ങൾക്കറിയാം അല്ലെ. available എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ adjective. പക്ഷേ avail ചെയ്യുക എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, ഉപയോഗിക്കുക, യൂട്ടിലൈസ് എന്നൊക്കെയാണ്. availന് വേറൊരു അർത്ഥമുണ്ട്. Now verb ആയിട്ട് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. യു ക്യാൻ അവെയിൽ ദം, യു ക്യാൻ അസിസ്റ്റ് ദം വിത്ത് ദ പ്രോജക്റ്റ് എന്നൊക്കെ പറയില്ലേ. സോ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ യൂട്ടിലൈസ് ചെയ്യുക, യു ക്യാൻ അവെയിൽ ദ ഓപ്പർച്യൂണിറ്റി, യൂട്ടിലൈസ് ചെയ്യുക, മേക്ക് യൂസ് ഓഫ് എന്നൊക്കെ ഉപയോഗമുണ്ട്. യു ക്യാൻ എംപ്ലോയിഡ് ഉപയോഗപ്പെടുക, ഉപയോഗിക്കുക, ദാറ്റ് ഇസ് എംപ്ലോയ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിക്ക് എടുക്കുന്ന ആളെന്നൊരു അർത്ഥമുണ്ടേ. അതല്ലാതെ ഉപയോഗിക്കുക അല്ലെ, നമ്മൾ അതിന് മേക്ക് യൂസ് ഓഫ് എ പേഴ്സൺ ഫോർ യുവർ വർക്ക്. അതാണ് വാട്ട് എംപ്ലോയീസ് ആർ ഡൂയിങ് അല്ലെ. എംപ്ലോയേഴ്സ് ആർ ഡൂയിങ്, ദേ ആർ അപ്പോയിന്റിങ് സം എംപ്ലോയീസ് ടു ഡു ദ വർക്ക്. അതിനെയാണ് എംപ്ലോയ് ചെയ്യുക എന്ന് പറയുക. സോ എംപ്ലോയ് സംതിങ് എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ് സംതിങ്, മേക്ക് യൂസ് ഓഫ് സംതിങ് എന്ന് തന്നെയാണ്. എന്നാൽ അതിന് നൗൺ ആയിട്ട് പറയുമ്പോൾ അതിന് ബെനഫിറ്റ് എന്നും ഉപയോഗം, ബെനഫിറ്റ്, യൂസ് എന്നും അവയിലിന് അർത്ഥമുണ്ട്. ഓർത്തു വെച്ചോണേ, നൗൺ ഫോർമുലേഷനിൽ ബെനഫിറ്റ്, പ്രോഫിറ്റ്, യൂസ് എന്നൊക്കെ അർത്ഥമുണ്ട്, ഉപയോഗം എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. യെസ്, ഓക്കെ. അമ്പ് പറഞ്ഞതിന്റെ മീനിങ് എന്താ വെച്ചാല്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് ഓപ്പോസിറ്റ് ആണെന്നാ പറയുന്നത്. ഓപ്പോസിറ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ, സോഫി. ഓക്കെ. നിഖിൽ, മൈ ഹസ്ബൻഡ് ഫൗണ്ട് വാഗണർ ആസ് എ ഓപ്പോസിറ്റ് vehicle for my travel demands. Great. All right. Opposite എന്ന വാക്കിന്റെ okay. Yes, Hari. Great. He always confused to give and he is always confused to. അതല്ല ഉദ്ദേശിക്കുന്നത്. He is always confused to give an opposite title for essay. അത് ഐഷ, he is always confused. അവിടെ confused എന്താ verb ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്, അതാണ് ഉപയോഗിച്ചേക്കുമ്പോൾ he confused അല്ല, he is confused, അവൻ confused ആണ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് വൺ, everyone must wants വരില്ല സൗമ്യ. must മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ എപ്പോഴും V1 വരുള്ളൂ. everyone must want an opposite decision for his career growth എന്ന് കൊടുക്കുക കേട്ടോ. wants കൊടുക്കരുത്, want, കാരണം മോഡൽസിന്റെ കൂടെ V1 കൊടുക്കാൻ പാടുള്ളൂ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. they found an opposite
the Bonnie, they found opposite ആണോ? An opposite. എന്ന് പറയുന്നത് നോക്കിയ opposite സൗണ്ട് എന്താ? സൗണ്ടാ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരേണ്ടത് നോക്കണേ. ഇവിടെ സൗണ്ട് ആവുമ്പോൾ എന്താ വരേണ്ടത്? ഇവിടെ opposite എന്ന് നമ്മൾ പറയുമോ? ഇല്ല. ഇതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും. ഉപയോഗിക്കരുത് കേട്ടോ. വവൽ സൗണ്ട്സിന്റെ കൂടെ ആനും കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ എന്താണ് നമ്മൾ എയുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ദിസ് ബുക്ക് ഇസ് ആപ്പോസിറ്റ് ഫോർ യുവർ സ്റ്റഡി. ഫോർ യുവർ സ്റ്റഡി അല്ല, ഫോർ യുവർ സ്റ്റഡീസ്, പഠനം എന്ന് കൊടുക്കാം. ഓക്കെ നൂറ, her costumes are exactly opposite to the wedding. Okay, great. Availing our resources of opposite for effective studies. Okay, effective study. Avail the opportunity whenever you get a chance. Great. He takes the opposite decision in this problem. Great. I'm availing the Wi-Fi facility of the institution for my online class. Great. The protectors rolled out an opposite slogan for the strike. Yeah, you can avail an app for HCA preparations. Yes, Anantu. Yes. All right. Then she availed me for picking flowers. Okay, right. Great. Avada helped aanallo Udesha Hasina. Great. One should always avail of the one's opportunities. Avail of the one's opportunity venda. Avail one's opportunity adu madi. One should always avail one's opportunities which come across. Angane kodukka. All right. I availed some workers to help me run my automobile workshop. Great. We take the avail of editorial analysis. Benefit. Great. You can again, and you're always welcome. Next one is earmark. Earmark എന്ന് പറഞ്ഞാൽ noun ആയിട്ട് ഉപയോഗിക്കും, verb ആയിട്ട് ഉപയോഗിക്കും. It's an earmark എന്ന് പറയും. It's an attribute. It's a feature. It's a characteristics എന്ന് പറയും. കേട്ടോ? സവിശേഷത. Characteristic. Okay? എന്ന് പറഞ്ഞാൽ സവിശേഷത, ഫീച്ചർ, അട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞല്ലേ ആ കാര്യം. ഓൾ റൈറ്റ്. എന്നാ അതേ ഇയർമാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിസർവ് ചെയ്യാം, സെറ്റ് അസൈഡ്, മാറ്റി വെക്കുക അല്ലെ. നമ്മൾ നാളത്തേക്ക് വേണ്ടി ഒരു കാര്യം മാറ്റി വെക്കില്ലേ, കീപ്പ് ചെയ്യുക, റിസർവ് ചെയ്യുക, സെറ്റ് അസൈഡ്, പുട്ട് അസൈഡ്, കീപ്പ് അസൈഡ്. ആ സംഭവത്തിനെയാണ് ഇയർമാർക്ക് എന്ന വാക്കിന്റെ അർത്ഥം. വേർബായിട്ട് പറയും, നൗൺ ആയിട്ട് പറയും. യൂസ് ഇറ്റ് വൈസ്ലി. ദിസ് ഈസ് എൻ ഇയർമാർക്ക്, ദിസ് ഈസ് എൻ അട്രിബ്യൂട്ട് ഓഫ് അവർ കമ്പനി എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ യു ക്യാൻ ഇയർമാർക്ക് ദിസ് project for some day, മാറ്റിവെക്കാം, for the executive meeting tomorrow, keep aside, reserve it, keep it എന്ന് പറയില്ലേ. അടുത്ത് നോക്കി, പ്രിസ്ക്രൈബ് എന്ന വാക്ക്. യു നോ വാട്ട് ഇസ് പ്രിസ്ക്രൈബ്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത വാക്കാണ് പ്രിസ്ക്രൈബ് ആൻഡ് പ്രോസ്ക്രൈബ്. പിന്നെയും ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ. പ്രോസ്ക്രൈബ് എന്ന് പറയുന്ന വാക്കും പ്രിസ്ക്രൈബ് എന്ന വാക്കും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടുള്ളൂ. പ്രിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ബാൻ, ഓർത്ത് വെച്ചോണേ. പ്രൊഹിബിറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ്. പ്രൊഹിബിറ്റ് ചെയ്യുക, ബാൻ ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക എന്നൊക്കെയാണ്, ഫോർബിഡ് ചെയ്യുക എന്നൊക്കെയാണ് പ്രോസ്ക്രൈബ് എന്ന വാക്കിന്റെ അർത്ഥം. പ്രിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യുക, അഡ്വൈസ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക, സ്റ്റിപ്പുലേറ്റ് ചെയ്യുക. സ്റ്റിപ്പുലേറ്റ് ചെയ്യാൻ അറിയാലോ, ഡിമാൻഡ് ചെയ്യുക അല്ലെ. ഡിമാൻഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഡിമാൻഡ് എന്നൊക്കെ അർത്ഥം എന്തിനുണ്ട്? പ്രിസ്ക്രൈബിന് അർത്ഥമുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു നോട്ട് ഇറ്റ് ഡൗൺ. ഓരോ കാര്യത്തിലും ഓരോ യൂസേജുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ രീതിയിൽ അതിനെ പഠിക്കും ഓരോ ദിവസം ആർട്ടിക്കിൾ വായിക്കുമ്പോഴൊക്കെ. ഓക്കെ, ഓർത്ത് വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. Okay, Disaster Management Act 2005 availed to form various measures to manage the emergency situation. Great. There should be an opposite medium to implement educational programs. Great. The morning editorial sessions avails for my vocab exercises. Great. Being humble is a earmark. Great. Facebook made an opposite attempt to transcend to metaverse format. Yes. Tranquilent atmosphere is a earmark of my parent institution. Tranquilent allalo, tranquil atmosphere. Tranquil എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ അതിന് എന്താ അർത്ഥം? കാം, സെറീൻ എന്നാണ്. സോ ട്രാങ്ക്വിൽ. ഓക്കെ, യാ, അതിന്റെ ഇതാണ് ട്രാങ്ക്വിലിറ്റി, noun formulation. Then socialism is an attribute of Indian economy. All right, why don't you avail this service? Great. The editorial sessions are an earmark for my future language improvement. Of course you can do that. The ants earmarked its food. Ants എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ ആയില്ലേ. അപ്പൊ കാർത്തിക, അപ്പൊ ഇറ്റ്സ് എന്ന് പറയില്ല. The ants earmarked their food for the monsoon. കേട്ടോ, ants earmarked their food, കാരണം ants are plural അതുകൊണ്ട്.
പിന്നെ I was prescribed to take antibiotics for my ear pain. Okay. The Panchayat earmarked 2 crore for development of schools. Great. Sheena availed me for my higher studies. Great. 10 days of paid work is the earmark of yes, MGN. Okay. Doctor prescribed the medicine. Great. Doctor is prescribing that. Circumscribe. അടുത്ത വാക്കാണ് circumscribe. You know, circumscribe എന്ന് പറയുമ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ, സർക്കംസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുറ്റോട്ട്, സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റളവാണ്. സർക്കംസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് ഉണ്ടായ ഒരു ഇതാണ് കേട്ടോ. പ്രൊസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതും പ്രൊസ്ക്രൈബ് ചെയ്യുക, ബാൻ ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക, അതും സർക്കംഫറൻസ് കൂടെ ഒരുമിച്ച് വരുന്ന ഒരു വാക്കാണിത്. ദാറ്റ് ഈസ് ലൈക്ക് എ പോർട്ട്മാൻറ്റോ വേർഡ് ആണ്. സർക്കംസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക, കൺഫൈൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെയാണ്. സോ you are circumscribed to enter this property, you are restricted to, you are confined to എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ് circumscribe. All right, I guess that is clear to you. Okay, company prescribed me to get that tough work done. All right. Okay, she asked the shopkeeper to earmark the opposite dress she likes. Okay, Yamuna, she asked the shopkeeper to earmark the opposite dress she likes so that she can buy it tomorrow. All right. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. സോ ദാറ്റ് ഷീ ക്യാൻ ബൈ അല്ലെ സോ ദാറ്റ് ഷീ കുഡ് ബൈ. അപ്പോൾ മൊത്തം പാസിലോട്ട് ആക്കണം, കാരണം യു ആർ റിപ്പോർട്ടിംഗ് ഇറ്റ്. ഷീ ആസ്ക്ഡ് ദി ഷോപ്കീപ്പർ ടു earmark the opposite dress she liked so she could buy it tomorrow. അങ്ങനെ. All right. I buy it tomorrow വരില്ല, buy it the next day. കാരണം യു ആർ യൂസിങ് ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്, അതുകൊണ്ടാണ്. I earmark the next year completely to study for many government competitive exams available. Okay, Justin. Great. Defense sector was earmarked lion's share in. Was earmarked വരില്ല. Was earmarked ഒരു പാസീവ് അല്ല. പിന്നെ അവിടെ പാസിവൈസേഷന് പിന്നെ ഒബ്ജക്റ്റ് വരില്ല. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഡിഫൻസ് സെക്ടർ earmarked a lion's share in recent budget expenditure കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം? Lion's share in recent budget expenditure was earmarked by the defense sector. അങ്ങനെ കൊടുക്കാം. Great. Clear, I guess. It's necessary to earmark the natural resources, then only it will be available for the future. കേട്ടോ. സിജി ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് എനിക്ക് തോന്നുവാണ് കേട്ടോ. The constitution laws ഈസ് വരുവോ? ജയശ്രീ ഈസ് വരില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് പ്ലൂറൽ അല്ലേ, ആർ കൊടുക്കണം. ആർ an earmark, അല്ലെങ്കിൽ the constitution law is an earmark for us to live without fear. Okay. The police circumscribe the protesters. Yes. The parents should circumscribe their children for using mobile phone. All right. I was brought up within a number of circumscribes. ഇല്ല circumscribe എന്ന് പറയുന്ന verb ആണ് കേട്ടോ ബോണി. അപ്പൊ അവിടെ noun ആയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. All right. Restrictions എന്നുള്ളത് വരില്ല അവിടെ. Mary, 9 to 10, 9 AM to 10 AM നമ്മുടെ ടൈം ആണ്. Editorial time 9 AM to 10 AM Monday to Friday. All right. Then അടുത്ത എന്തായിരുന്നു? I always circumscribed him from rash driving. Great. You are circumscribed to use the fund with the budget limit. Yes. അടുത്ത നോക്കിയേ, comply. നമുക്കറിയാവുന്ന വാക്കാണ് comply. Comply ചെയ്യാന്ന് പറഞ്ഞാൽ comply with. Complyയുടെ കൂടെ എപ്പോഴും ഒരു സാധനം വരും, with വരും. Abide by, comply with. ദേ വാക്കിന് വേറൊരു അർത്ഥമുണ്ട്, കൺഫേം ടു. നമ്മൾ ഒരുപാട് തവണ പറയുന്നത് കംപ്ലൈ വിത്ത്, അബൈഡ് ബൈ, കൺഫേം ടു. അതിനകത്ത് വേറെ അർത്ഥങ്ങളാണ് ഒബേ, ഒബ്സർവ്, ഫോളോ, ഫുൾഫിൽ എന്നൊക്കെ അർത്ഥം. അറിയാലോ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഓക്കെ. ഐ വിൽ അവൈൽ ഓൾ യുവർ വീഡിയോസ്. ഓൾ റൈറ്റ്. Parents always circumscribe children for traveling alone, looking upon their safety. Okay. I circumscribe sugar because I am diabetic patient. All right. അപ്പോൾ അവിടെ I restricted അതല്ല ഉദ്ദേശിക്കുന്നത്. All right. The doctor prescribed the patient not to smoke. Okay. The use of mobile phone is circumscribed inside the classroom. All right. My teacher is circumscribed. My teacher is circumscribed to watch movies. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഷൈനി? ഈ circumscribed ഈസ് കഴിഞ്ഞിട്ട് V3 ഫോം, ഇത് പാസീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ടീച്ചറിനെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു. ടീച്ചറിനെ റെസ്ട്രിക്ട് ചെയ്തേക്കുവാണ്. ആരോ, സംബഡി ഈസ് റെസ്ട്രിക്റ്റിംഗ് ടീച്ചർ ടു ഡു സോ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്ന മീനിങ് കേട്ടോ. പക്ഷെ എനിക്കത് മനസ്സിലായി. അല്ലെങ്കിൽ ഞങ്ങളെ റെസ്ട്രിക്ട് ചെയ്തു ടീച്ചർ എങ്കിൽ വി ആർ സർക്കംസ്ക്രൈബ് ടു വാച്ച് മൂവീസ് ബൈ അവർ ടീച്ചർ എന്ന് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ. ഡോണ്ട് എൻക്രോച്ച് ഹിയർ, ദിസ് ഇസ് എ സർക്കംസ്ക്രൈബ്ഡ് ഏരിയ. ഓൾ റൈറ്റ്. മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾവേസ് സർക്കംസ്ക്രൈബ്സ് ഇറ്റ്സ് സ്റ്റാഫ്സ്.
All right. We should comply with the laws of the institution. I am circumscribed with night rights. All right. We need good morning. അടുത്ത വാക്കാണ് അനോമലസ്. അനോമലസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അറ്റിപ്പിക്കൽ. ടിപ്പിക്കൽ അല്ലാത്തത് അതിനെയാണ് അറ്റിപ്പിക്കൽ എന്ന് പറയാം. ടിപ്പിക്കൽ അത് സാധാരണ നടക്കുന്ന കാര്യമല്ല, അതായത് നോർമലി നടക്കുന്ന കാര്യമല്ല. ഇറ്റ്സ് ലൈക്ക് അബ്നോർമൽ, എപ്പോഴും ഒരു റെഗുലർ അല്ല, ഇറഗുലർ, റെയർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ നമ്മൾ പറയുന്ന കാര്യമാണ് അനോമലസ് എന്ന് പറയും. ദിസ് ഈസ് ആൻ അനോമലസ് സിറ്റുവേഷൻ, ദിസ് ഇസ് എ ടിപ്പിക്കൽ സിറ്റുവേഷൻ. ഇപ്പോൾ നമുക്കൊരു പോലീസ് കേസ് വന്നിട്ടുണ്ട്, പോലീസുകാർ വന്ന് ചോദിച്ചില്ലേ സാധാരണ ഇങ്ങനെ എപ്പോഴും നടക്കുന്നതാണോ, എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് അറ്റിപ്പിക്കൽ ആയിട്ട് എന്തെങ്കിലും കണ്ടിരുന്നോ? Have you witnessed anything anomalous here yesterday? Have you witnessed something anomalous last night എന്തെങ്കിലും എന്തോ പന്തികേടായിട്ടുള്ള എന്തെങ്കിലും കണ്ടായിരുന്നോ? That is anomalous. ഓർത്ത് വെക്കുക, anomalous എന്ന വാക്ക് atypical, abnormal, irregular, rare എന്നൊക്കെ പറയാം. റൈറ്റ്, ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇല്ല, ഫുൾഫില്ലിന് 2 ഇല്ല കേട്ടോ അനന്തു, അത് നമ്മൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഫുൾഫില്ലിന് 2 L ഇല്ല. ഓക്കെ, ഒരു FUL-ഉം ഒരു FIL-ഉം ഉള്ളൂ കേട്ടോ. യെസ്. ഇനി തന്നെ എടുത്തോ, ഫുൾ എന്ന് തന്നെ എടുത്തോ, ഉണ്ട്, ഫുൾ ഉണ്ട്. FILL ഫില്ലിന് 2 ഉണ്ട്, ബട്ട് ഫുൾഫിൽ ഒരുമിച്ച് വരുമ്പോൾ ദാറ്റ് ഇസ് FUL FIL. ഓക്കെ, അടുത്ത വാക്കാണ് മൂട്ട്. മൂട്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അഡ്ജക്റ്റീവ്. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ് ആസ് വെൽ ആസ് എ വെർബ്. രണ്ടുമായിട്ട് ഉപയോഗിക്കും കേട്ടോ. മൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിബേറ്റബിൾ ആണ്, ആർഗ്യൂവബിൾ ആണ്, ഡിസ്പ്യൂട്ടബിൾ ആണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. വഴക്ക് പറയാൻ മാത്രമുള്ള ഉണ്ട് അല്ലെ. ക്വസ്റ്റനബിൾ ആണ് അല്ലെ. ആർഗ്യൂബിൾ, ക്വസ്റ്റനബിൾ അല്ലെ. ചോദ്യം ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റനബിൾ, ചോദ്യം ചെയ്യപ്പെടേണ്ടവ എന്ന് പറയില്ലേ, ക്വസ്റ്റനബിൾ ആണ്, ഡിസ്പ്യൂട്ടബിൾ ആണ് എന്നൊക്കെ വാക്കുകളുണ്ടേ. ഡിബേറ്റബിൾ, ഡിസ്പ്യൂട്ടബിൾ എല്ലാം ഒരേ വാക്കാ. വേറെ വേർബായിട്ട് പറയുമ്പോൾ റേസ്, യു ആർ റേസിങ് സംതിങ്, ഉയർത്തുകയാണ് എന്തോ ഒരു കാര്യം ഉയർത്തുക. യു ആർ റേസിങ് യുവർ എ ക്വസ്റ്റ്യൻ. മൂട്ട് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യു ആർ റേസിങ് എ ക്വസ്റ്റ്യൻ. ബ്രോച്ച് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. യു ആർ റേസിങ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ആർഗ്യുമെന്റേറ്റീവ് ഇൻ നേച്ചർ. ഒരു ആർഗ്യുമെന്റേറ്റീവ് ആയ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, കുറച്ചുകൂടെ ഡിബേറ്റബിൾ ആയ ഒരു ഡിസ്കഷന് വേണ്ടി നിങ്ങൾ ഉയർത്തുവാണെങ്കിൽ ദാറ്റ് ഇസ് ബ്രോച്ച് എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. അതാണ് മൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം, ഓർത്ത് വെച്ചോണേ. പിന്നെ കുറച്ച് സെന്റൻസുകളൂടെ ഉണ്ടല്ലോ. Okay, political parties should circumscribe public disturbing activities. Okay, all right. Here, circumscribe me from expressing my feelings. Okay, feeding wild animals is circumscribed. Yeah, you are circumscribed to comply with the law. All right. My father circumscribed me from driving as he thinks I am overconfident. All right. The circumscribe made by circumscribe verb alla. Sorry, noun alla, verb ആണ്. അപ്പോൾ ഇവിടെ circumscribe പറയില്ല കേട്ടോ. അഖിൽ, അവിടെ സർക്കംസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കുന്ന നൗണിന്റെ കൂടെ അല്ലേ. അപ്പൊ നമുക്ക് ദ സർക്കംസ്ക്രൈബ് പറയില്ല കേട്ടോ. അല്ലെങ്കിൽ ദ സർക്കംസ്ക്രൈബ്ഡ് ലോ എന്ന് പറഞ്ഞു. റെസ്ട്രിക്റ്റഡ് ലോ മെയ്ഡ് ബൈ ദ അതോറിറ്റി നെവർ അബൈഡ് ബൈ ദ കോമൺ പീപ്പിൾ. ബൈ നെവർ അബൈഡ് ബൈ, അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നോക്കിയേ. മെയ്ഡ് ബൈ അതോറിറ്റി ഈസ് നെവർ അബൈഡ് ബൈ. ആ ലോ ഈസ് never abide by the common people എന്ന് കൊടുക്കുക കേട്ടോ. Amal, good morning. Good morning. The movie Chudli is full of peculiar and anomalous characters. Yeah, it is. Yeah. Hi Ajas. അടുത്ത, today's laws circumscribe even parents from hitting their children. Yes, she is behaving anomalous these days. Okay. Government periodically circumscribe the functioning of commercial centers during COVID pandemic. All right. Article 352 is circumscribes. circumscribes അല്ല ഹരി, circumscribed എന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ദ ഫ്രീഡം ഓഫ് പീപ്പിൾ ഈസ് സർക്കംസ്ക്രൈബ്ഡ് ബൈ ആർട്ടിക്കിൾ 352 കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ പാസീവ് കറക്റ്റ് ആവില്ല, അതാണ്. ദ ഗവൺമെന്റ് ഷുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു സർക്കംസ്ക്രൈബ് ദ ഇംപെഡിംഗ് ഫ്ലഡ്. ഓക്കെ. Anomalous secondary growth is common in plants. Okay. I always want to comply with Gandhi's way of living. Right. In scanning report have something. In scanning report, there is something anomalous in the scanning report. അങ്ങനെ കൊടുക്കും. Oh, all right. Yes, Sophie. The newborn was found to have some anomalous what? Anomalous എന്ന് പറയുന്നത് adjective ആണ്. Anomalous, some anomalous എന്ത്, anomalous things, anomalous nature, something like characteristics, attributes, features, something like that. അത് കൊടുക്കുക കേട്ടോ. Related to heart. കണ്ടു ഹരി, ചുരുളി കണ്ടു. പക്ഷെ ഞാൻ പാലത്തിന് ഇക്കരെയുള്ള ആളാ കേട്ടോ. ചുരുളി കണ്ട് ഓരോരുത്തരും എന്നോട് പറയുന്നറിയാം, വയനാട് ഭാഗത്തെ പറ്റി പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്, ഞാൻ ചുരുളി പാലത്തിന്റെ ഇപ്പുറത്തുള്ള അപ്പുറത്തുള്ള ആളല്ല കേട്ടോ. ഓക്കെ, യെസ്, ലെറ്റ്സ് സീ.
The government may circumscribe the people from other countries due to the rising Omicron cases. An anomalous call confuses me recently. Great. I moved the ecological issues. After the conversation, I felt some kind of anomalous. Anomalous what? Anomalous is an adjective. I felt some kind of anomalous എന്ത് കാർത്തിക അവിടെ കൊടുക്കണം കേട്ടോ. Anomalous matters in him എന്ന് കൊടുക്കുക. Okay. അമലേ മതി എന്റെ ദൈവം ചിരിപ്പിക്കരുത്. ഇംപെഡിമെന്റ് അടുത്ത് നോക്കി. ഇംപെഡിമെന്റ് ഇസ് ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ, ഒബ്സ്റ്റക്കിൾ, റെസ്ട്രെയിൻഡ് എന്നൊക്കെ പറയും. റെസ്ട്രിക്ഷൻ, ലിമിറ്റേഷൻ എന്ന് പറയില്ലേ, റെസ്ട്രെയിൻഡ്. ഇംപെഡിമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാണ്. ഒബ്സ്റ്റക്കിൾ, ബ്ലോക്കേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഇംപെഡിമെന്റ് എന്ന് പറയുക. ബ്ലോക്കേജ്, റെസ്ട്രെയിൻഡ്, ഹിൻഡ്രൻസ്, ഒബ്സ്ട്രക്ഷൻ, ഒബ്സ്റ്റക്കിൾ എന്നൊക്കെയാണ് ഇംപെഡിമെന്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ. വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലെന്ന് ഹരി. നീ പോരെ ഒരു ദിവസം, നമുക്ക് നോക്കാം അല്ലേ. ഓഫ് കോഴ്സ് മാസ്മാൻ, ഷെയർ ചെയ്യാം. ഓക്കെ, യെസ് മൈ ഓൾ റൈറ്റ്. അറ്റ് ദ ടൈം ഓഫ് ഹെവി ഫീവർ വി യൂഷ്വലി സീ anomalous dreams. യെസ്, principal directed students to have to behave in compliance with the college rules and regulations. Great. Okay, I want to comply with the traffic rules. Okay, great. അടുത്ത വാക്ക് നോക്കിയേ, പ്രിവെയിലിംഗ്. പ്രിവെയിലിംഗ് രണ്ടർത്ഥമുണ്ട്. പ്രിവെയിലിംഗ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും, അല്ലാതെ പ്രിവെയിൽ എന്ന വേർബും ഉണ്ട് കേട്ടോ. പ്രിവെയിലിംഗ് എന്ന അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മീനിങ് ഇസ് ഡിഫറെന്റ് കേട്ടോ. പ്രിവെയിലിംഗ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മീനിങ് ഇസ് ഡിഫറെന്റ് ആൻഡ് പ്രിവെയിൽ എന്ന വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന മീനിങ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇന്നാൾ പ്രിവെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വേർബായിട്ട് പ്രിവെയിൽ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ പ്രിവെയിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിൻ ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക, സക്സീഡ് ചെയ്യുക. പ്രിവെയിൽ എന്നാൽ സക്സീഡ് ചെയ്യുക, അല്ലെങ്കിൽ വിൻ ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ഓക്കെ, യെസ്. എന്നാ പ്രിവെയിലിംഗ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ്, കറണ്ട് എന്നാണ്. പ്രിവെയിലിംഗ് സിറ്റുവേഷൻസ്, പ്രിവെയിലിംഗ് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഇഷ്യൂസ്, കറണ്ട് ഇഷ്യൂസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദാറ്റ്സ് പ്രിവെയിലിംഗ്. എന്നാൽ പ്രിവെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സക്സീഡ് ചെയ്യുക, വിൻ ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം പ്രിവെയിൽ എന്ന വേർബിന്റെ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അമലാണല്ലേ, എനിക്ക് തോന്നിയായിരുന്നു എന്ന്. ഓക്കെ. ഡൗൺ സിൻഡ്രോം ഇസ് ഡ്യൂ ടു സം അനോമലി ഇൻ ദ ക്രോമസോംസ്. യെസ്, ഓക്കെ. His misbehavior to the teacher muted her voice. All right. Raised her voice. All right. 120 error detection rules complete ആയ മാഡം? ഇല്ല, 120 കംപ്ലീറ്റ് ആയില്ല. ഞാനത് പകുതിക്ക് വെച്ച് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ വളരെ തിരക്കായിട്ട് പോകണമെങ്കിൽ ഞാൻ ഒരു ദിവസം സെഷൻ ചെയ്തു തരാം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തരാം. എല്ലാ എക്സാംസിനും, ബാങ്ക് എക്സാംസിനും, അതിപ്പോൾ SSC എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനുള്ള റൂൾസ് ആണ്. ഞാനത് ചെയ്തു തരാം കേട്ടോ ബാസ്മാൻ. യു റിമെമ്പർ ദാറ്റ്? ഗ്രേറ്റ്. ഓക്കെ. Opposition party mooted against center's move to pass the bill. Okay. Opposition party mooted against the center's move to pass the bill. Yes. Prevail, survive എന്നൊരു അർത്ഥം വരില്ലേ? ഉണ്ട്. prevail, survive എന്ന് വരുന്നുണ്ട്. Yes, of course. All right. Moving on. അടുത്തത് അനോമലി. അനോമലസ് എന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അനോമലസ് കണ്ടല്ലോ. അറ്റിപ്പിക്കൽ ആണ്, അബ്നോർമൽ എന്നൊക്കെ കണ്ടില്ലേ. എന്നാ അനോമലി എന്ന് പറഞ്ഞാൽ അതേ ഇതിന്റെ സാധനം തന്നെയാണ്, അതിന്റെ നൗൺ ആണ്. അനോമലസ് എന്നതിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് അനോമലി. അനോമലി മീൻസ് ഓഡിറ്റി, പെക്യൂലിയാരിറ്റി, അബ്നോർമാലിറ്റി, റയറിറ്റി, എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു വശപിശക്, അത് ദാറ്റ് ഈസ് അനോമലി. ഓർത്ത് വെച്ചോണേ. ഓഡിറ്റി, പെക്യൂലിയാരിറ്റി, abnormality or rarity, that's abnormally. ഓർത്ത് വെക്കണം. Okay. The anomalous behavior of the nature is due to various impediment made by human into it, and it is subject to the subject for moot. Okay, great. Yes. Yeah. Surely ജോജു പറയുന്നത് ശരിയാകില്ല, ബട്ട് ആഫ്റ്റർ ജോജു പൊളിച്ചു ബാക്കി എല്ലാവരും പറയുന്നവരും അതുപോലെ തോന്നി. അങ്ങനെ തോന്നിയോ? പക്ഷെ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ജോജുവിന്റെ സൗണ്ടിന് ഉണ്ടല്ലോ ഭയങ്കര, ജോജു ആ തെറി പറഞ്ഞപ്പോഴാണ് എനിക്ക് വമ്പനായിട്ടത് ഹിറ്റ് ചെയ്തത്. ബിക്കോസ് ഐ തിങ്ക് ജോജുവിന്റെ സൗണ്ടിന് ആ ഒരു പെക്യുലാരിറ്റി ഉണ്ട്. ആ പുള്ളിയുടെ സൗണ്ട് ഭയങ്കര ക്യാച്ചിയാണ്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖത്തടിക്കുന്ന പോലെ തോന്നും. ദാറ്റ്സ് ഇറ്റ്. ബാക്കി എല്ലാവരും പറയുമ്പോൾ ആസ് കോമൺ ആൾക്കാർ പറയുന്ന പോലെ തോന്നി. ബട്ട് ഈ സൗണ്ട് വമ്പൻ സൗണ്ട് അല്ലേ, സോ അത് വളരെയായിട്ട് നമ്മളെ ശരിക്കും ചീത്ത വിളിക്കും, നമുക്കങ്ങ് ഫീൽ ചെയ്യും പുള്ളിയുടെ തെറി. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അടുത്ത് അലിവിയേറ്റ്. അലിവേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, അലിവേറ്റ് ദ പെയിൻ, കേട്ടിട്ടല്ലേ? അലിവേറ്റ് ദ റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, ഈസ്, റിലീവ്, മിറ്റിഗേറ്റ്. നമ്മൾ മിറ്റിഗേറ്റ് പഠിച്ചിട്ടുണ്ട്, ലെസൺ അല്ലേ, ലെസൺ ചെയ്യുക എന്നൊക്കെ പറയില്ലേ. സോ പാലിയേറ്റ് എന്നൊക്കെയാണ് അർത്ഥം. അലിവേറ്റ് അറിയാലോ, അലിവേറ്റ് അറിയാം. ദിസ് മെഡിസിൻ വിൽ അലിവേറ്റ് യുവർ പെയിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദിസ് ഇൻജെക്ഷൻ വിൽ അലിവേറ്റ് യുവർ പെയിൻ ഫോർ സം ടൈം, കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്ത വാക്ക് ഡെസിഗ്നേറ്റ്. ഡെസിഗ്നേഷൻ, ടൈറ്റിൽ എന്ന് കേട്ടിട്ടില്ലേ? ഡെസിഗ്നേഷൻ കേട്ടിട്ടുണ്ടല്ലോ. ഡെസിഗ്നേഷൻ
അപ്പൊ ഡെസിഗ്നേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻടൈറ്റിൽ ചെയ്യുക. ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ നൗൺ ആണ്, നൗൺ ആണ്. അപ്പോ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എൻടൈറ്റിൽ ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക, നോമിനേറ്റ് ചെയ്യുക, ഡിപ്യൂട്ട് ചെയ്യുക, ഡെലിഗേറ്റ്, റെപ്രസെന്റേറ്റീവ് ആക്കുക, റെപ്രസെന്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഡെലിഗേറ്റ് ചെയ്യുക. അത് എൻടൈറ്റിൽ ചെയ്യുക, എൻടൈറ്റിൽ സമ്മൺ അല്ലെ, എൻടൈറ്റിൽ ഒരാൾക്ക് ടൈറ്റിൽ മുദ്ര കൊത്തി കൊടുക്കുക എന്ന് പറയില്ലേ. സോ ദാറ്റ് ഇസ് അപ്പോയിന്റ് ചെയ്യുക, നോമിനേറ്റ് ചെയ്യുക, ഡിപ്യൂട്ട് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക. ഡെലിഗേറ്റ് എന്ന് പറയുമ്പോൾ യു നോ വാട്ട് ഡെലിഗേഷൻ, റെപ്രസെന്റേറ്റീവ് എന്നാണ് ഡെലിഗേഷൻ. ഡെലിഗേറ്റ് റെപ്രസെന്റേറ്റീവ് ആണ്. സോ ഡെലിഗേറ്റ് എന്ന വേർബ് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, യാ ദാറ്റ്സ് ഇറ്റ്, ഓർത്ത് വെച്ചോണേ. ഓൾ റൈറ്റ്, അടുത്തത് ക്വസ്റ്റനബിൾ ഇഷ്യൂ. മൂട്ട് ഇഷ്യൂ, യെസ്, ക്വസ്റ്റനബിൾ ഇഷ്യൂ, ഡിസ്പ്യൂട്ടബിൾ ഇഷ്യൂ. അതെ, അഗൈൻ ദ പ്രിവെയിലിംഗ് സിസ്റ്റം ഓഫ് PWD നീഡ്സ് ടു ബി റീപ്ലേസ്ഡ് കേട്ടോ. പ്രിവെയിലിംഗ് സിസ്റ്റം ഇസ് സിംഗുലർ അല്ലേ ബില, അപ്പൊ നീഡ്സ് വേണ്ടേ നോക്കി. ഇനി തെറ്റിച്ചാൽ ബിലക്കൊക്കെ അടിയാ, കാരണം നമ്മൾ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഇനി തെറ്റിച്ചാൽ നിങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടത്, എടുത്ത് കാട്ടിലോട്ട് വലിച്ചെറിയണം. ഓൾ റൈറ്റ്, ഇഫ് പോസിബിൾ വൊക്കാബുലറി റൂട്ട് വേർഡ്സ് വീഡിയോ കൂടെ ചെയ്യുമോ? ഓഫ് കോഴ്സ് ചെയ്യാം. റൂട്ട് വേർഡ്സിന് ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാം. ഞാൻ പുതിയ കുറച്ച് വേർഡ്സ് കൂടെ എടുത്തുകൊണ്ട് വരാം. റൂട്ട് വേർഡ്സിന് ചെയ്യാം, ഓഫ് കോഴ്സ്. ഞാൻ സീരീസ് തീർത്തിട്ടില്ല, സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ തന്നെ. ഓക്കെ, നമുക്കൊരു വേർഡ്സ് സീരീസ് ഉണ്ട്, അതിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 6 വീഡിയോസ് ചെയ്തു. അത് HCS സ്പെഷ്യൽ ആണ്, അതിന് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓഫ് കോഴ്സ് മാസ്മാൻ. Laziness is the greatest impediment to achieve success. Yeah. The recent agriculture laws passed by government are a prevailing issue പറയില്ല. എന്തുകൊണ്ട് പറയില്ല? റീസൺ അഗ്രികൾച്ചറൽ ലോസ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറലായി. പാസ് ബൈ ദ ഗവൺമെന്റ് പാസ് ചെയ്ത ലോസ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി. ആർ പ്രിവെയിലിംഗ് ഇഷ്യൂസ് കൊടുത്തോ? എ കൊടുക്കരുത്. എ ഒരിക്കലും നമ്മൾ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അത് നമ്മൾ കൊടുക്കുമ്പോൾ എയും ആനും നമ്മൾ ഈ പറയുന്ന പ്ലൂറലിന്റെ കൂടെ കൊടുക്കോ? സിംഗുലറിന്റെ കൂടെ മാത്രമല്ലേ കൊടുക്കുള്ളൂ? അതെപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോളൂ. സിംഗുലറിന്റെ കൂടെ മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. അടുത്ത് നോക്കിക്കേ, ഡെന്റ്. ഡെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഡെന്റ് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, വേർബായിട്ട് നൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഡെന്റ് മീൻസ് ഡിമിനിഷ്, റെഡ്യൂസ്. നൗണായിട്ട് പറയുമ്പോൾ ഡിപ്രഷൻ, ഡിപ്ലീഷൻ എന്നൊക്കെ അർത്ഥം. കുറവ്, റിഡക്ഷൻ എന്നൊക്കെ അർത്ഥം കേട്ടോ. റിഡക്ഷൻ എന്നൊക്കെ അർത്ഥം. റിഡക്ഷൻ, ഡിപ്ലീഷൻ, അതുപോലെ ഡിപ്രഷൻ, പോരായ്മ, എന്താ പഞ്ഞം എന്നൊക്കെ പറയില്ല. ദാറ്റ്സ് ഇറ്റ്. ഡിമിനിഷ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക എന്നൊക്കെ അർത്ഥം ഡെന്റിനുണ്ട്. ഓർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്തെന്താണ്? Indian army stand out at the border against China, acted as impediment to further inward movement of China's army. Okay, impediment of international fights during pandemic. Okay, the public should mute against the rise of price of vegetables, especially tomatoes. Okay, all right. The prevailing situations of our environment is really worst. All right. Okay, yes. മലേ, അപ്പൊ നമ്മൾ രണ്ടുപേരും സെയിം ആണ് ഉദ്ദേശിച്ചത്. ക്ലിയർ? ഓക്കെ. അതെ, സിനിമയെ പറ്റി പറഞ്ഞ ഇന്നത്തെ സെഷൻ ഞാൻ സിനിമയെ പറ്റി പറയാം. ഹരിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡിവൈറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഐ നോ ഹരി. ഓക്കെ ഹരി, ഇല്ല ഹരി, ഞാൻ മിണ്ടുന്നില്ല. ഓക്കെ, ലോക്ക് ചെയ്തു. COVID-19 alleviated the job opportunities in all countries. Okay, yes. Okay, the prevailing condition of Mullaperiyar Dam is worse. Okay, prevailing condition of students are very difficult. Of course, bank special at a massman. Of course, I'll do that. Okay, the president designated. Ebila sangadapenda, but we need to concentrate. Alle namakku descriptive exam ille, we have a descriptive exam to crack. The president designates the Chief Election Commission of India. Okay, Mr. Ram designated Rani as the president of the organization. All right. They need a good decision-making panel for the prevailing conditions of Mullaperiyar issue. Great. Prevailing norms hold us accountable to each other. Great. അടുത്ത പഠിച്ചേ, കൺഫർ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് വിശ്വസിക്കുന്നു. കൺഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഗിവ് സംബഡി, ഒരാൾക്ക് ഗിവ് ചെയ്യുക, ഗ്രാൻഡ് ചെയ്യുക, ബെസ്റ്റോ, അനുഗ്രഹിക്കുന്നൊക്കെ പറയും. ബെസ്റ്റോ സംബഡി, ബ്ലെസ്സിങ്സ് ഒക്കെ പറയുക. അപ്പൊ അത് ദാനം ചെയ്യാന്ന് പറയും. ദാറ്റ് ഇസ് ബെസ്റ്റോ, അല്ലെങ്കിൽ കനിഞ്ഞങ്ങ് കൊടുക്കുക. ദാറ്റ്സ് ഗിവ്, ഗ്രാൻഡ്, ബെസ്റ്റോ ഒക്കെയാണ് കൺഫർ എന്ന വാക്കിന്റെ അർത്ഥം. ഓൾ റൈറ്റ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട് കൺഫർ എന്ന് പറയുമ്പം, കൺസൾട്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുക. രണ്ടും വേർബാണ് കേട്ടോ. ഗ്രാൻഡ് ചെയ്യുക, ഗിവ് ചെയ്യുക, ബെസ്റ്റോ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്, കൊടുക്കുക എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ കൺഫർ ചെയ്യാന്ന് പറഞ്ഞാൽ കൺഫർ സംസാരമേ, കോൺഫറൻസ് ഒക്കെ ഇല്ലേ, സംസാരം അർത്ഥമുണ്ട്. കൺസൾട്ട്, നെഗോഷിയേറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, നെഗോഷിയേറ്റ്, ടോക്ക്, കമ്മ്യൂണിക്കേറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ടോക്ക് എന്നുള്ളതുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ അർത്ഥമുണ്ട്. അപ്പൊ ഈ ഓരോ രണ്ടർത്ഥവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് കോൺഫറൻസ് റൂം. എന്താ കോൺഫറൻസ്? നെഗോസിയേഷൻ നടക്കുന്ന റൂം അല്ലെ, കൺസൾട്ടിങ് നടക്കുന്ന റൂമിന് എന്ത് പറയും? കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന റൂമിനെയാണ് നമ്മൾ പറയുന്നത് കോൺഫറൻസ് റൂം എന്ന് പറയാം. കോൺഫറൻസ് എന്ന് പറയില്ലേ? സോ ദാറ്റ് ഇസ് ആ കൺഫർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൺഫർ, കോൺഫറൻസ്. കൺഫർ,
കോൺഫറൻസ്. ഇറ്റ്സ് നോട്ട് കോൺഫർ, ഇറ്റ്സ് കൺഫർ. മറ്റേത് കോൺഫറൻസും ആണ്. ഡിഫറൻസ് ഓർത്ത് വെച്ചോണേ. മൂവിങ് ഓൺ. അടുത്ത വാക്കാണ് വിറുലൻസ്. വിറുലൻസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒമിക്രോണിന്റെ കാര്യം ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. ആ ആർട്ടിക്കിൾ പറഞ്ഞാണ് വിറുലൻസ് എന്ന് പറയാം. വിറുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്തജൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാണ്ടിട്ട് വലയ്ക്കും. സോ അതിന്റെ ആ ബിറ്റർനെസ്, അസിഡിറ്റി എന്നൊക്കെ അർത്ഥമുണ്ട് വിറുലൻസിന്. അസർബിറ്റി, ബിറ്റർനെസ്, ഈ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊരു ശ്വാസം മുട്ടുന്നൊരു അവസ്ഥ. പാത്തോജെനിസിറ്റി എന്നൊക്കെയാണ് വിറുലൻസ് എന്ന വാക്കിന്റെ അർത്ഥം. ഒന്ന് ഓർത്ത് വെച്ചോണേ. യു നോ ഇറ്റ്, അത് സയന്റിഫിക് ആയ ടേം ആണ് കേട്ടോ. Okay. The government of Kerala designates Mr. Shahjahan as a chief election commissioner. Okay. No cinema examples പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഇയർമാർക്ക് അത് തന്നെയാണ് നമ്മുടെ ഇയർമാർക്ക്. അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. യെസ് ഹരി, ഐ നോ. സിനിമ നോളജ് നല്ലതാണ് അല്ലേ? അതെ അതെ. If the current situation is prevailing, then it will dent our economy. Great. Yes. Cause a dent in our economy. ഓക്കെ, എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. നോക്കട്ടെ. ഇറ്റ് വിൽ ഡെൻഡ് അവർ എക്കോണമി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ഡെൻഡ് വേർബ് അല്ലേ? നോക്കിക്കേ, ഡെൻഡ് എന്ന് പറയുന്ന വേർബ് കൂടി അല്ലേ? ഡിമിനിഷ് അവർ എക്കോണമി കറക്റ്റ് ആണ്. അപ്പോൾ കോസ് എ ഡെൻഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, അല്ലാതെ ഡെൻഡ് അവർ എക്കോണമി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആട്ടോ ഹരി. ഓക്കെ. ദ റാൻഡം ചേഞ്ചസ് ഇൻ സിലബസ് ഓഫ് എക്സാംസ് കോഴ്സസ്. ഓക്കെ, ചേഞ്ചസ് ആണ്, റാൻഡം ചേഞ്ചസ് ആണ്. അപ്പൊ കോഴ്സസ് പറ്റില്ല കേട്ടോ. ജസ്റ്റ് ദ റാൻഡം ചേഞ്ചസ് ഇൻ സിലബസ് ഓഫ് എക്സാംസ് കോസ് ഡെൻഡ് in motivation of the examinees. Examinees. All right. The regular studies will alleviate the stress during the exam times. Okay. Mr. Harikumar, who is a Malayali, designates as a new naval officer of India. Okay. The government's new policy is alleviated. Is alleviated എന്ന് പറയില്ല. Is alleviated ആണെങ്കിൽ the farmers' protest is alleviated due to the government's new policy എന്ന് കൊടുത്താൽ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം എന്ന് പറയാമെങ്കിൽ the government's new policy is alleviated വേണ്ട, ഈസ് കട്ട് ചെയ്യുക. നമ്മുടെ ആക്റ്റീവ് വോയിസിൽ അങ്ങ് എഴുതുക, the new government policy alleviated the farmers protest. കേട്ടോ, അങ്ങനെ കൊടുക്കാം. As a temperature dents, the atmospheric pressure increases. Reduce ചെയ്യുന്നതനുസരിച്ച് atmospheric pressure കൂടുന്നു. Okay. Flood causes dent in the production of vegetables. Okay. Frequent and continuous rain dent അല്ല, dents the growth of agriculture sector. വീണ്ടും സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. കോൺകോഡ് തെറ്റിച്ചാൽ അടിയാണ്. നോക്കിയേ, ഫ്രീക്വന്റ് ആൻഡ് കണ്ടിന്യൂസ് റെയിൻ, മഴ ഒന്നാണ്, സിംഗുലർ. ഡെൻസ് ആണ്, ഡെൻസ് ദി ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. ഓക്കെ, വി ഡിസ്കസ് എഡിറ്റോറിയൽ ഓർ ദ വേർഡ്സ് ഇൻ ഇറ്റ്. എഡിറ്റോറിയലുണ്ട്, വേർഡ്സും ഉണ്ട്. വി ആർ ഗോയിങ് കേട്ടോ, മാസ് മാൻ, വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. അത് നോക്കിയേ, അഗ്രവേറ്റ് വേർസൺ ചെയ്യുക, പ്രൊവോക്ക് ചെയ്യുക, കോംപ്ലിക്കേറ്റ് ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക. അപ്പൊ അഗ്രവേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വേർസൺ ചെയ്യുക അല്ലെ, മോശമാക്കുക അതിനെ. അഗ്രഗേറ്റ് എന്നുള്ള ഞാൻ പറഞ്ഞു തന്ന വാക്കാണ്, ഇന്നലെ എപ്പോഴും പറയുന്ന വാക്കാണ്. അഗ്രവേറ്റും അഗ്രഗേറ്റും. അഗ്രഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇറ്റ്സ് ആൻ അഗ്രഗേറ്റ് അല്ലെ. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ സം ആണ്. സോ അഗ്രഗേറ്റും അഗ്രവേറ്റും രണ്ട് അഗ്രവേറ്റും അഗ്രഗേറ്റും കേട്ടോ. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ വേർസൺ ചെയ്യുക, പ്രൊവോക്ക് ചെയ്യുക, കോംപ്ലിക്കേറ്റ് ചെയ്യുക, ഇന്റൻസിഫൈ, മോശമാക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വാക്കാണ് അഡിയർ. അഡിയർ എന്ന വാക്കിന്റെ അർത്ഥം കംപ്ലൈ, ഫോളോ, സ്റ്റിക്ക് ഫാസ്റ്റ് ഓർ ഹോൾഡ് ഫാസ്റ്റ്. മുറുകെ പിടിക്കുക, ദാറ്റ് ഇസ് സ്റ്റിക്ക് ഫാസ്റ്റ്. ഇന്നലെ പറഞ്ഞില്ലേ, ക്ലിങ് ടു സംതിങ്. ക്ലിങ്ങിന്റെ കൂടെ ടു ആണ് ഉപയോഗിക്കുന്നത്. ഓർത്തനെ, ക്ലിങ് വിത്ത് അല്ല, ക്ലിങ് ടു ആണ്. ഇന്നലത്തെ മാരത്തോണിൽ ഞാൻ പറഞ്ഞായിരുന്നു ക്ലിങ് ടു, മുറുകെ പിടിക്കുക. സ്റ്റിക്ക് ഫാസ്റ്റ്, ഹോൾഡ് ഫാസ്റ്റ്, ക്ലിങ് ടു, അറ്റാച്ച്, കംപ്ലൈ എന്നൊക്കെയാണ് അഡിയർ എന്ന വാക്കിന്റെ അർത്ഥം. അഡിയർ ടു ദ ലോസ്, അഡിയർ ടു ദ പോളിസി എന്നൊക്കെ പറഞ്ഞാൽ അതുമായിട്ട് നമ്മൾ അഡിയർ ടു സംതിങ് ആണ്. അഡിയർ ടു സംതിങ് നമ്മൾ അതിനോട് കോഡ് ചേർക്കും. കംപ്ലൈ, കൺഫേം ടു, കംപ്ലൈ വിത്ത് അല്ലെ, കംപ്ലൈ വിത്ത്, കൺഫേം ടു, അത് തന്നെയാണ് ഇതിന്റെയൊക്കെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, കൺഫേം ടു. ഓക്കെ, അടുത്താണ് കോക്സ്. കോക്സ് എന്ന് പറഞ്ഞാൽ വേർബാണ്. കോക്സ് എന്ന് പറഞ്ഞാൽ, കോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പെർസ്വേഡ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. വീടിലും കച്ചോളും കുറച്ചുകൂടെ നെഗറ്റീവ് മീനിങ്ങിലോട്ട് വരെ. കോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ എന്താ പറയാ നമ്മൾ ഒരാളെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ എന്താ പറയാ, ബ്രെയിൻ വാഷ് ചെയ്യാന്നൊരു അർത്ഥം കൂടെ വരും അതിന്. വീട്ടിലെയാ കജോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ഒരാളെ കുറച്ചുകൂടെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാണ്ട്. കോക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻസിലും നെഗറ്റീവ് സെൻസിലും നമുക്ക് പറയാം. പെർസ്വേഡ് ചെയ്യാണ്, ഒരാളെ നമ്മൾ പെർസ്വേഡ് ചെയ്യാണ്, പുഷ് ചെയ്ത് കൊണ്ടുപോവാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാണ്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാം കേട്ടോ. അപ്പൊ ഇന്ന് ആർട്ടിക്കിൾ നിങ്ങളത് കാണും, ഇന്ന് ആർട്ടിക്കിൾ ഉണ്ട്. അടുത്ത വാക്കാണ് ട്രാൻസ്പെറൻസി. വളരെ കോമൺ ആയിട്ട് വാക്കാണ്. ഫ്രാങ്ക്നെസ്, ഓണസ്റ്റി അല്ലെങ്കിൽ വിസിബിലിറ്റി, ലൂസിഡിറ്റി, എന്ത് രീതിയിലും പറയാം. ഓണസ്റ്റി അല്ലെ, കുറച്ചൊരു ട്രാൻസ്പെറൻസി. ഈ സിസ്റ്റത്തിന് കുറച്ച്, ആ സിസ്റ്റം നീഡ്സ് എ ട്രാൻസ്പെറൻസി, ഫ്രാങ്ക്നെസ്, ഓണസ്റ്റി എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം കേട്ടോ. ഓൾ റൈറ്റ്, യെസ്. The philanthropist confer a good portion ആണോ? കൺഫേഴ്സ് അല്ലെ. philanthropist conferred ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കൺഫേഴ്സ് കൊടുക്കുക. കാർത്തിക, കോൺകോഡ് വീണ്ടും. portion of the wealth to benefit with benefit of society. The government confers funds to state governments. Okay, yeah.
There is a den in agriculture now, nowadays during heavy rain. Okay. Ottipidikka, yes. She aggravates the issue between her friends. Okay. The new virulent PSC exam pattern dissatisfies the aspirants. Okay. The new variant of COVID-19 virus is aggravating the Europe. Yes. We call the best adhesive. Yeah. While having fever, we experience virulence. Yes. The new corona variant aggravates the European countries. Yes. Cajolന്റെ meaning ഇത് തന്നെയാണ്. നമ്മളെന്താ പറയുക, നമ്മളൊരാളെ എന്താ പറയുക, എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ബ്രെയിൻ വാഷ് ചെയ്യാന്നൊക്കെ പറയില്ലേ, നമ്മളൊരാളെ ഇത് ചെയ്യാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ പെർസ്വേഡ് ചെയ്യാണ്. പക്ഷെ എന്താണ്, നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് അയാളെ ഇത് കൊണ്ടുപോകുന്നില്ല, അതിനെയാണ് കജോളിയ. കജോൾ ഓർ വീഡിൽ രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ. ഓക്കെ. ലേറ്റസ്റ്റ് ഫ്യൂൽ പ്രൈസസ് അഗ്രവേറ്റ് ഇന്ത്യൻ ഇക്കോണമിക് സിസ്റ്റം. യാ, PSC needs more transparency. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഓൾ. അപ്പൊ നമുക്കിനി നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളോട്ട്. ലെറ്റ്സ് ഡീൽ വിത്ത് ആർട്ടിക്കിൾ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ, ആൻഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. ഗിവ് മീ യോർ ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, ഷോ മീ സം ലവ് ആൻഡ് യുവർ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഷോ മീ യുവർ തംസ് അപ്പ്. കിട്ടട്ടെ, നമ്മളൊരു ബൂസ്റ്റ് കിട്ടട്ടെ. എന്നാൽ നമുക്ക് നേരെ ആർട്ടിക്കിൾ ഡിസ്കഷൻ തുറക്കാം. ഇന്നത്തെ ആർട്ടിക്കിൾ ക്വസ്റ്റനബിൾ ക്രൈറ്റീരിയൻ. എന്താണ് ആ ക്വസ്റ്റനബിൾ ക്രൈറ്റീരിയൻ, എന്താണ് ആ ഡിബേറ്റബിൾ ക്രൈറ്റീരിയൻ, എന്താണ് ആ ഡിസ്പ്യൂട്ടബിൾ ക്രൈറ്റീരിയൻ എന്ന് നമുക്ക് നോക്കാം. ക്രൈറ്റീരിയൻ ലാറ്റിൻ വേർഡ് ആണ്, സിംഗുലർ ആണ്, അറിയാലോ. ക്രൈറ്റീരിയന്റെ പ്ലൂറൽ ആണ് ക്രൈറ്റീരിയ. ലാറ്റിൻ ആണ്, വരത്തനാണ്, പഠിച്ചതാണ്, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലാറ്റിൻ ക്രൈറ്റീരിയൻ 1, ക്രൈറ്റീരിയ 2, 2 കൂടുതൽ. ഓക്കെ. യെസ്. Okay. Adhere to a single plan to achieve your goal. COVID new variant was coaxed. Share market sentiments. Yeah. Real estate agents team cajoling. Yes. Candidates should strictly adhere to the rules of exams so as to ensure transparency of the recruitment process. Yes, suggest. Teachers coax students for board exams. Okay. Brainwashes. Show me some love. I'm more adhere to my parental grandmother. Great. Yes. Thank you everyone, and let's start with our article. Okay, നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം അല്ലേ. അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് ഇതുകൂടെ കാണാം. അഡിയോ ഫോട്ടോ ഇൻ ആൽബം. യാ. ട്രാൻസ്പെറൻസി ഇൻ പോളിസീസ് ഓഫ് എ ഗവൺമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ നേഷൻസ് ഡെവലപ്മെന്റ്. യെസ്. ഓൾ റൈറ്റ്. യെസ്. ലെറ്റ്സ് സീ. അപ്പൊ നോക്കിയേ, ക്വസ്റ്റനബിൾ ക്രൈറ്റീരിയൻ. The SC is right in asking for basis on which send a fixed income limit for EWS quota. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റിസർവേഷൻ കോട്ട അതാണ് പറയുന്നത്. SC, സുപ്രീം കോർട്ടിന്റെ ഷോർട്ട്. ദ സുപ്രീം കോർട്ട് കറക്റ്റ് ആണ് ഇൻ ആസ്കിങ് ഫോർ ബേസിസ്. ഒരു ബേസിസ്, ഒരു ഫൗണ്ടേഷൻ, ഒരു ബേസ് വേണം അല്ലെ. ബേസിസ് ഒരു എന്തായാലും ഒരു മീൻസ് വേണം. ഓൺ വിച്ച് സെൻഡർ ഫിക്സ് ചെയ്യാം, ഇൻകമിനെ ഫിക്സ് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഇൻകം ഫിക്സ് ചെയ്യണം, ഇൻകം ലിമിറ്റ് ഫിക്സ് ചെയ്യണം EWS കോട്ടയ്ക്ക് വേണ്ടിയിട്ട്. EWS കോട്ട എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടല്ലോ, അതിനാണ് EWS എന്ന് പറയുന്നത്. യു നോ അല്ലേ അത്, അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ നാളായിട്ടൊരു പ്രശ്നം, കുറേ നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ദറ്റ് നമ്മുടെ EWS കോട്ട അല്ലെങ്കിൽ ഒബിസിയുടെ ക്രൈറ്റീരിയ, അങ്ങനെ ഒരുപാട് നമുക്ക് റിസർവേഷൻ കാറ്റഗറീസ് ഉണ്ട്. അതിന് സുപ്രീം കോർട്ട് എന്ത് ചെയ്യണം, ഒരു കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്, സെന്ററിനോട് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഫിക്സ് ഇൻകം ലിമിറ്റ് വെച്ചേ, അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ ഒരു വേവറിംഗ് ആയിട്ടുള്ള രീതിയിൽ വന്നാൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് എന്ന് പറയുകയാണ് സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോർട്ട് നേരെ ഇടപെട്ടിട്ട് പറയുകയാണ് സെന്ററിനോട്, ബിവെയർ. Let's see. The questions raised by Supreme Court of India about the criteria, plural ആണ്, ഇവിടെ criteria is plural, for identifying the economically weaker sessions, EWS, for the purpose of granting reservation are quite opposite. Faced with sharp questions that it could not answer satisfactorily, the Union government has obtained time to reconsider the criteria, especially the income norm that only those from a family with annual income less than 8 lakh can avail of the 10% reservation earmarked for. അപ്പോൾ അത് പറഞ്ഞു നോക്കി എന്താണ് അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് റേസ് ചെയ്യപ്പെടുന്നുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. ആര്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്. എന്തിനെ പറ്റിയ? ക്രൈറ്റീരിയകളെ പറ്റി. എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്രൈറ്റീരിയാസ് അല്ല, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മീഡിയ അല്ലെ, അതുപോലെ ഉപയോഗിക്കുന്നു. എന്തിനാണ്? EWSന്റെ റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടിയിട്ട്. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? റിസർവേഷൻ ഗ്രാന്റ് ചെയ്യണമല്ലോ. അതിന്റെ പേർപ്പസിന് വേണ്ടിയിട്ട് അത് വളരെ ആഡിക്വേറ്റ് ആണ് അല്ലെ, ആഡിക്വേറ്റ് ആണ്, ദാറ്റ് ഇസ് സ്യൂട്ടബിൾ ആണ്, ആഡിക്വേറ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ക്വൈറ്റ് ആഡിക്വേറ്റ്, സ്യൂട്ടബിൾ എന്നൊക്കെയാണ് ഇവിടെ. അപ്പോസിറ്റ് എന്ന വാക്ക് നമുക്കറിയാം അല്ലെ, അപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഷാർപ്പ് ക്വസ്റ്റൻസിലൂടെ കടന്നു പോവാണ്, കാരണം അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആൻസർ സാറ്റിസ്ഫാക്ടറിലി ആയിരിക്കണം. ഫേസ് വിത്ത് ഷാർപ്പ് ക്വസ്റ്റൻസ് ദാറ്റ് ഇറ്റ് കുഡ് ആൻസർ സാറ്റിസ്ഫാക്ടറിലി. ആൻസർ എന്ന് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് വേർബ് ആണ്. വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ സാറ്റിസ്ഫാക്ടറിലി എന്നുള്ളത് ഇവിടെ അഡ്വേർബും ആണ് കേട്ടോ.
അപ്പോൾ യൂണിയൻ ഗവൺമെന്റിന് എന്ത് ചെയ്യണം, ഒരു ഒപ്റ്റെയിൻ ടൈം ടു ടൈം കിട്ടുവാണ്, യൂണിയൻ ഗവൺമെന്റിന് സമയം കിട്ടി വീണ്ടും നമുക്കൊന്ന് ചിന്തിക്കാം, ഒന്ന് റീകൺസിഡർ ചെയ്യും ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ നോക്കേണ്ടെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഇപ്പൊ കിട്ടി. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി എന്തിനു വേണ്ട, ഇൻകം നോമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇൻകം ലിമിറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്നത്. കാരണം എക്കണോമിക്കലി ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, അല്ലാതെ ബാക്കി എല്ലാത്തിലും നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ, ദർ ആർ അതർ ഇതും, ബട്ട് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാറ്റഗറി. ഇല്ലെങ്കിൽ അവിടെ ഈക്വിറ്റി നടക്കില്ല, ഇക്വാളിറ്റി നടക്കും ബട്ട് നോട്ട് ഈക്വിറ്റി. അതാണ് പ്രശ്നം, ഈക്വിറ്റി ആണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരു ഫാമിലിയുടെ ആനുവൽ ഇൻകം 8 lakhൽ താഴെയുള്ളവരാണെങ്കിൽ, ഓൺലി ദോസ് ഫ്രം എ ഫാമിലി വിത്ത് ആനുവൽ ഇൻകം ലെസ് ദാൻ 8 lakh, ഒരു വർഷത്തെ ആനുവൽ ഇൻകം 8 ലക്ഷത്തെക്കാളും കുറവാണെങ്കിൽ അവർക്ക് 10% റിസർവേഷൻ അവൈൽ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ യൂട്ടിലൈസ്, മേക്ക് യൂസ് ഓഫ്, ദേ ക്യാൻ യൂട്ടിലൈസ്, ദേ ക്യാൻ ബെനിഫിറ്റ്, ദേ ക്യാൻ ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ഇത് കേട്ടോ. 10% റിസർവേഷൻ ഇയാമാക്ക് ചെയ്തു. ഇയാമാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, ഫോർ ദി EWS കാറ്റഗറി എന്ന് പറയുന്നു. സിമ്പിൾ ആണ് ഇത്, യു ക്യാൻ സീ ദാറ്റ്. ഓൾ റൈറ്റ്, ഇനി അടുത്ത് നോക്കിയേ, ഇറ്റ് ഈസ് നൗ എ സെറ്റിൽഡ് പ്രിൻസിപ്പിൾ ദാറ്റ് quantifiable data or proof of a detailed study are required to justify any category of reservation, as well as the norms that determine which section gets it and which does not. In this backdrop, it is logical that the court would want to know whether there was any study before the center prescribed the norms for identifying EWS beneficiaries based on indicators of economic disadvantage. The inquiry by the 3-judge bench is necessarily circumscribed by the fact that validity of 103rd Constitution Amendment പറഞ്ഞു വരുന്ന നോക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലായല്ലോ, നമ്മുടെ കാറ്റഗറിയുടെ ഇത് 10% റിസർവേഷനെ പറ്റിയൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതൊരു സെറ്റിൽഡ് പ്രിൻസിപ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിഫയബിൾ ഡേറ്റ് ആവശ്യമാണ്, ഡേറ്റ് ഇസ് പ്ലൂറൽ അറിയാലേ ആണ്, അല്ലെങ്കിൽ പ്രൂഫ്, ക്വാണ്ടിഫയബിൾ ഡേറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രൂഫ് ആർ റിക്വയർഡ്. ഇവിടെ കൊടുത്തേക്കുന്ന കണ്ടോ, എന്തുകൊണ്ടാണ്, ഡേറ്റ് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് ഇവിടെ നോക്കിക്കേ അതിന് ഇത് കൊടുത്തേക്കുന്നത്. ക്വാണ്ടിഫയബിൾ ഡേറ്റ ആർ റിക്വയർഡ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഡേറ്റം സിംഗുലർ, ഡേറ്റ പ്ലൂറൽ. റിക്വയർഡ് ആണ് എന്തിനു വേണ്ടിയിട്ട്, ഈ കാറ്റഗറിയുടെ റിസർവേഷൻ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ വേണ്ട, പ്രൂഫ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ക്വാണ്ടിഫയബിൾ ഡേറ്റ് നമുക്ക് നിർബന്ധം, അല്ലെ പ്രൂഫ്, ഡീറ്റെയിൽ സ്റ്റഡിന്റെ പ്രൂഫ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. എന്നാലേ നമുക്ക് ഇതിനെ ഒരു കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്തൊരു സെക്ടറിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഏതൊക്കെ സെഷന് വേണം, അല്ലെ ഇത് വേണം, റിസർവേഷൻ വേണം, ഏതൊക്കെ സെഷന് റിസർവേഷൻ വേണ്ട എന്നുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് അപ്രോപ്രിയേറ്റ് ഡേറ്റ, അല്ലെങ്കിൽ ഡീറ്റെയിൽ സ്റ്റഡി ഇതിന് വേണ്ടി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൺ ദിസ് ബാക്ക്ഡ്രോപ്പ്, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു അവസരത്തിൽ, സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സർക്കംസ്റ്റൻസിൽ വാട്ട് വി ആർ ഡൂയിങ്, കോർട്ട് എന്താ പറയുന്നത്, കോർട്ട് പറയുന്നു ഇത് വളരെ ലോജിക്കലായിട്ടൊരു കാര്യമാണ് ഇങ്ങനൊരു സ്റ്റഡി. വോണ്ട് ടു നോ വെദർ there was any study before center prescribed. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ ബിഫോർ കോർട്ട് പ്രിസ്ക്രൈബ്ഡ് the norms of identifying EWS beneficiaries. അപ്പോൾ EWS beneficiaries എന്ന് പറഞ്ഞാൽ നേടുന്നവരല്ലേ, ഉൾക്കൊള്ളുന്നവരല്ലേ, അതിനെയാണ് ബെനിഫിഷ്യറീസ് എന്ന് പറയുക. അപ്പോൾ ഈ ബെനിഫിഷ്യറീസ്, EWS ബെനിഫിഷ്യറീസിന് നമ്മൾ ഇവരാണെന്ന് പറഞ്ഞ് പ്രിസ്ക്രൈബ്, അഡ്വൈസ് ചെയ്ത്, ഓതറൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെ, പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓതറൈസ് ചെയ്യുക, അവരെയാണ് നമ്മൾ ഓതറൈസ് ചെയ്യുന്നത്, ഇവരാണ് നമ്മുടെ ബെനിഫിഷ്യറീസ് എന്ന് ഓതറൈസ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നോ, ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. കേട്ടോ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായി എത്ര പേർക്കാണ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് അനുഭവിക്കുന്നവരുള്ളതെന്നൊക്കെ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ഈ എൻക്വയറി ഒരു 3 ജഡ്ജ് ബെഞ്ച് ആയിരുന്നു കേട്ടോ, 3 ജഡ്ജിമാരുടെ ഒരു ബെഞ്ചിന്റെ ബോർഡായിരുന്നു കേട്ടോ, അവരുടെ ആയിരുന്നു. ആൻഡ് ദേ സർക്കംസ്ക്രൈബ്ഡ്, അവർ സർക്കംസ്ക്രൈബ് ചെയ്തു, ദേ റെസ്ട്രിക്ട് ചെയ്തു, ദേ കൺഫൈൻ ചെയ്തു ബൈ ദ ഫാക്ട് ദാറ്റ് വാലിഡിറ്റി ഓഫ് 103rd Amendment. 103rd Amendment എത്ര പേർക്ക് അറിയാം? ഇത് ഞാൻ പഠിപ്പിക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റിയാണ്, ഞാൻ അത് ടച്ച് ചെയ്യില്ല കേട്ടോ. അപ്പോൾ 103rd Amendment അനുസരിച്ച് ഈ പറയുന്ന സർക്കംസ്ക്രൈബ് ചെയ്തു, കൺഫൈൻ ചെയ്തു, റെസ്ട്രിക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. ത്രൂ വിച്ച് EWS quota was introduced in 2019 is before a constitution bench. In the ongoing proceedings, the bench is considering the validity of the 27% quota for other backward classes, OBC, and 10% for economically weaker sections introduced for admission to All India quota, AIQ, of seats in medical admissions throughout the country. It has clarified that it is not examining any policy issue but wants to determine if constitutional requirements have been complied with. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മുടെ EWS കോട്ടയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 103rd Amendment, കോൺസ്റ്റിറ്റ്യൂഷന്റെ 103rd Amendmentന്റെ ഭാഗമായിട്ടാണ് 2019 EWS കോട്ട നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, പറയുന്നു.
ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഒരു ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ മുൻപിൽ അപ്പോൾ ഈ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും വാലിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വാലിഡിറ്റി ആയിട്ട് എന്ന് പറയുന്നത് 27% കോട്ട റിസർവേഷൻ ഉണ്ട് OBCക്ക് കേട്ടോ. 27% റിസർവേഷൻ OBC കാറ്റഗറിക്ക് ഉണ്ട്. അത് ബാക്ക്വേർഡ് ക്ലാസ്സസിൽ പെടുന്നവർക്ക് ഉണ്ട്. 10% ആണ് നമ്മുടെ ആർക്കുള്ളത്, ഇക്കണോമിക്കലി വീക്കേഴ്സ് EWSന് 10% ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഉള്ളത്. അത് എന്തിനാ വേണ്ടിയിട്ടാ, നമ്മുടെ AIU ഓൾ ഇന്ത്യ കോട്ടയായിട്ട് അല്ലെ, നമ്മുടെ മെഡിക്കൽ എൻട്രൻസിനൊക്കെ എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾ ഇന്ത്യ കോട്ട AAQ-ന്. അപ്പോൾ ത്രൂ ഔട്ട് കൺട്രിയിൽ നമ്മൾ നിശ്ചയിച്ചു പോയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എക്സാമിനിങ് എനി പോളിസി ഇഷ്യൂ. ഒരു പോളിസി ഇഷ്യൂവിനെ എക്സാമിൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. പക്ഷെ എന്താ ചെയ്യുന്നത്, ബട്ട് ഇറ്റ് വോണ്ട്സ് ടു ഡിറ്റർമിൻ ചെയ്യണം ഇഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർമെന്റ്. പക്ഷെ നമ്മൾ ഈ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർമെന്റ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ അമെന്റ്മെന്റ് നടത്തിയില്ലേ, 103rd അമെന്റ്മെന്റ് നടത്തിയത്, ആ റിക്വയർമെന്റ് നടത്തിയില്ലേ, അത് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്, ഹാവ് ബീൻ ഫോളോഡ് കേട്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ, ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നു എന്ന് മാത്രം. അല്ലാതെ അത് കയറി ഇടപെടാനോ അതിന് പ്രശ്നങ്ങളെ പറ്റി അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. ജസ്റ്റ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ഡൺ പ്രോപ്പർലി, അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഡിവറൽ ഒമിക്രോൺ മേ ഹിറ്റ് ദി വേൾഡ്. ഓക്കെ, സയന്റിഫിക് ടേംസിന്റെ കൂടെ മാത്രമല്ല, കൂടുതൽ സയന്റിഫിക് ടേംസുമായിട്ട് ബന്ധമുള്ളൂ കേട്ടോ. ഹരി, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഐ കൻ സ്റ്റുഡ് മോർ സൈലന്റ് ഇഫ് അഗ്രവേറ്റ്സ് മീ മോർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓൾ റൈറ്റ്. യെസ് കെവിൻ, യെസ് ലെറ്റ്സ് സീ. നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം. കാരണം ഒരുപാട് കാര്യത്തിൽ കൃത്യത വരാനുണ്ട്, ക്ലാരിറ്റി വരാനുണ്ട്. അപ്പം കോട്ട് ചെയ്തത് കറക്റ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ലെറ്റ്സ് സീ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കിക്കേ. ദ ഇൻകം ക്രൈറ്റീരിയൻ ഇസ് അൺഡൗട്ടഡ്ലി, ഇൻകം ക്രൈറ്റീരിയ ആയിരുന്നെങ്കിൽ ഇവിടെ ഈസ് വരില്ല കേട്ടോ, ആറേ വരുള്ളൂ. ഇൻകം ക്രൈറ്റീരിയൻ ഇസ് അൺഡൗട്ടഡ്ലി ആൻ അനോമലസ് atypical aspect of the EWS quota. And annual income of 8 lakh is the limit beyond which an OBC family would fall under the creamy layer and it will be denied reservation. The same income figure is being used as a ceiling for identifying EWS. The moot question is whether those who do not face the impediments that come with social and educational backwardness can be equated with those who do. However, the current proceeding will only decide the validity of OBC and EWS reservation in admissions under the AIQ. It must be noted that, okay, എന്താ നോട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിലോട്ട് പോകും. നോക്കിയേ, അപ്പൊ ഇൻകം ക്രൈറ്റീരിയൻ സിംഗുലർ ആണല്ലോ, അതുകൊണ്ട് ഈസ് വന്നു. ക്രൈറ്റീരിയ ആയിരുന്നെങ്കിൽ 6 വന്നേനെ. അപ്പോൾ വിത്തൗട്ട് എനി ഡൗട്ട് ഇല്ലാതെ തന്നെ പറയാൻ പറ്റും. അൺഡൗട്ടഡ്ലി എന്ന് പറയുന്ന നോക്കിക്കേ, ഇസ് അൺഡൗട്ടഡ്ലി ആൻ അനോമലസ് ആസ്പെക്ട്. അൺഡൗട്ടഡ്ലി എന്ന് പറഞ്ഞ് ഉപയോഗിച്ചേക്കുന്ന നോക്കിയേ, ഡൗട്ട്ഫുൾ എന്നുള്ളതിന്റെ തന്നെ അല്ലെ, നോട്ട് ഡൗട്ട്ഫുള്ളി എന്നാണ് പറയുന്നത്. ഒരു വളരെ അനോമലസ് അറ്റിപ്പിക്കൽ ആസ്പെക്ട് ആണെന്നാണ് പറയുന്നത് ഈ EWS കോട്ടയുടെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആനുവൽ ഇൻകം ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ 8 lakh rupees ആണ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് അല്ലെ, ഈസ് ദ ലിമിറ്റ് ബിയോണ്ട് വിച്ച് ആൻ OBC ഫാമിലി വുഡ് ഫോൾ അണ്ടർ. അപ്പോൾ അവർക്ക് പലയിടത്തും നമ്മൾ അറിയാവുന്ന OBC കാറ്റഗറി പെടുന്ന ക്രീമി ലെയർ പെടുന്നവരാണ്. ഈ ക്രീമി ലെയറിന്റെ പ്രത്യേകത എന്താ, ഇവർ OBC കാറ്റഗറി തന്നെ ആയിരിക്കും. അവർ ശരിക്കും ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ അത് എത്രേ ഉള്ളൂ, അവർ വരുന്നത് കാറ്റഗറി OBC കാറ്റഗറിയിലാണ്. പക്ഷേ എഡ്യൂക്കേഷണൽ സെഗ്മെന്റ് എടുത്തു നിങ്ങൾ, എഡ്യൂക്കേഷണലി അല്ലെങ്കിൽ ഇക്കണോമിക്കലി എടുത്തോ, അതായത് ഫിനാൻഷ്യലി ഇക്കണോമിക്കലി നിങ്ങൾ എടുത്തോ, എങ്ങനെ എടുത്താലും ഓക്കെ, ഇവര് നല്ല പ്രോസ്പെറസ് ആയിട്ട് നിൽക്കും, നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് റിസർവേഷൻ കൊടുക്കുമ്പോൾ കിട്ടാൻ പറ്റുന്നവർക്ക് അല്ലെ, വേണ്ടവർക്ക്, ശരിക്കും റിസർവേഷൻ വേണ്ടവർക്ക് കിട്ടാതെ പോകുന്നു. അതുകൊണ്ടാണ് കോർട്ട് ഇടപെടുന്നത്. മനസ്സിലായോ? സെയിം ഇൻകം ഫിഗർ, ഈ സെയിം ഇൻകം ഫിഗർ ഇസ് ബീങ് യൂസ്ഡ് ഇൻ ദ സീലിംഗ് ഫോർ, സീലിംഗ് എന്ന് പറയുമ്പോൾ റൂഫ് നമ്മൾ പറയില്ലേ, ഒരു അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെ, നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുപോയി EWSന് കൊടുക്കുന്ന ഇതേ സ്റ്റാൻഡേർഡാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രശ്നമല്ലേ? കാരണം എന്താ വെച്ചാൽ എത്ര പേരാണ് കറക്റ്റ് ആയിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്നുള്ള ഒരു ക്വസ്റ്റൻ ഇവിടെ വരുന്നു. അതാണ് ദ മോഡ് ക്വസ്റ്റൻ, ഡിബേറ്റബിൾ ക്വസ്റ്റൻ. ദ ഡിബേറ്റബിൾ ക്വസ്റ്റൻ ഞാൻ പറഞ്ഞില്ലേ, ദ ഡിബേറ്റബിൾ ക്വസ്റ്റൻ ഇസ് വെദർ who do not face the impediments on obstacles അല്ലെ, റെസ്ട്രിക്ഷൻസ്, ഹിൻഡർ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നവര് സോഷ്യൽ ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ്സിൽ നിന്ന് വരുന്നവരാണോ എന്ന് ഉറപ്പുവരുത്തണം എന്ന്. സോഷ്യലാണും ഇക്കണോമിക്കലി, സോഷ്യലി, എഡ്യൂക്കേഷണലി, സോഷ്യലി, ഇക്കണോമിക്കലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നവരാണോ എന്ന് നോക്കണം. എന്നാൽ ക്രീമി ലെയറിൽ പെടുന്നവരെല്ലാവരും പ്രോസ്പെറസ് ആണ് അവരൊക്കെ, ക്രീമി ലെയറിൽ പെടുന്നവർ കേട്ടോ. ഇവരങ്ങനെയല്ല, അങ്ങനെയുള്ളവരാണോ നമ്മൾ നോക്കണം. ആൻഡ് ദോസ് ഹു ഡു, എന്നാൽ അവര് ചിലവര് ഈ ഒബ്സ്റ്റക്കിൾസ് തരണം ചെയ്യുന്നവരുമാണ്, ചിലരല്ലാത്തവരുമാണ്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കും. ഫിൽറ്ററിംഗ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഇവിടെ എന്നാണ് ഓതർ പറയുന്നത് കേട്ടോ. അതുപോലെ അപ്പൊ കറന്റ് പ്രൊസീഡിംഗ് എന്താ ചെയ്യുന്നത്,
വാലിഡിറ്റി ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിന്റെ വാലിഡിറ്റി ഡിസൈഡ് ചെയ്യാൻ OBCയുടെയും EWSന്റെ വാലിഡിറ്റി AIQയിൽ മാത്രമാണ് നമ്മളൊന്ന് നോക്കുവാൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി നോട്ടഡ് അറ്റ് ദ സെയിം ടൈം. ഇതെന്താ നോട്ട് ചെയ്യണം? വി ഹാവ് ടു നോട്ട് ദാറ്റ് introduction of OBC quota in AIQ only brings admission norms in line with prevailing policy. OBC reservation is applicable to admissions done separately by the union and state governments in their respective medical institutions, but it was not implemented all these years for all India quota seats. This pool is formed by the surrender of 15% of undergraduate seats and 50% of PG seats by the states. The absence of OBC quota in this category was an anomaly that has now been rectified. The larger issue that remains is whether reservation can be treated as a poverty alleviation. പറഞ്ഞു വരുന്നത് എന്താ നോക്കാം. അപ്പൊ പ്രശ്നം, പക്ഷെ ഓദർ പറയുന്നു അതേസമയം ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഓദർ അതിന്റെ ഇടയ്ക്ക് പോരായ്മകളും പറഞ്ഞു വരുവാണ് അല്ലെ. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജുകൾ ഇവിടെ ഉള്ളതെന്ന് കൂടെ പറഞ്ഞു വരുവാണ്. നോക്കിയേ, അഡ്വാൻറ്റേജ് പറയുന്നതിനോടൊപ്പം ഓദർ ഇവിടെ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു, അല്ലെങ്കിൽ ഡീമെറിറ്റ്സ്, നമ്മുടെ പോരായ്മകൾ, കുറച്ച് നെഗറ്റീവ് ആസ്പെക്ട്സ് കൂടെ ഉണ്ട് എന്ന് ഓദർ പറയുന്നത്. കാരണം എന്താ, ഈ OBC കോട്ട നമ്മൾ AIQയിൽ കൊണ്ടുവരുവാണെങ്കിൽ എന്താ വരുന്നത്? They are in alliance with, they are in congruence with prevailing policy. പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ prevailing policy ഇപ്പൊ എക്സിസ്റ്റിംഗ് പോളിസിയുമായിട്ട് പാരലൽ ആയിട്ട് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരാനുള്ള ചാൻസ് വരില്ല. കാരണം എന്താ, OBC റിസർവേഷൻ ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. യൂണിയൻ ഗവൺമെന്റിനും റിസർവേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഡ്മിഷൻ അല്ലെ. ഓരോരുത്തരും ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് അവർ കൊടുക്കുന്ന ഇതിന് അല്ലെ കംപ്ലീറ്റ് കൊടുക്കുമ്പോൾ യൂണിയൻ ഗവൺമെന്റിൽ നിന്നുള്ള വരുന്ന കുറച്ചതും സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വരുന്ന കുറച്ച് അഡ്മിഷൻസും ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ വരുന്ന എന്താണ് അഡ്മിഷൻസ് വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. അതാണ് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റ്സിലെ പ്രശ്നം. അപ്പോൾ ബട്ട് ഇറ്റ് വാസ് നോട്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതായി ഇപ്പം മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ആയിട്ട് മാറിയിട്ടും അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് വലിയൊരു പ്രശ്നം, പോരായ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പൂള്, നമ്മൾ ഈ പൂൾ ചെയ്ത് വരില്ലേ, കംപ്ലീറ്റ് ഇതിനൊന്നും എന്താ പൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുക. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, കോമ്പിനേഷൻ പ്രത്യേകത 15% ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റ്സും അതുപോലെ തന്നെ 50% ഓഫ് PG സീറ്റ്സും ആരാണ് കൊടുക്കുന്നത്? ശരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നാണ് അഡ്മിഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ OBC കോട്ട നമുക്ക് എന്താ ഇല്ലാത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരു പ്രശ്നമാണ് അല്ലെ. ദാറ്റ്സ് ആൻ ഓഡിറ്റ്, അതൊരു പ്രോബ്ലം ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാം. ഷുഡ് ബി കറക്റ്റഡ്, ഇറ്റ് ഷുഡ് ബി റെക്ടിഫൈഡ്, ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ്, ഇറ്റ് ഷുഡ് ബി പുട്ട് റൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ അത് കറക്റ്റ് ആക്കി വെച്ച് വരണം. അപ്പൊ നമ്മുടെ ലാർജർ ഇഷ്യൂ, ഇതിലേക്കാളും വലിയ ഇഷ്യൂ നമുക്ക് എന്താണെന്നാ പറയുന്നത്? റിസർവേഷൻ ഒരു പോവേർട്ടി അലിവിയേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഈ റിസർവേഷൻ നമ്മൾ കൊടുക്കുന്ന റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു പോവേർട്ടി അലിവിയേഷൻ ആയിട്ട്, നമുക്ക് പോവേർട്ടി റിഡക്ഷൻ ആയിട്ട്, റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അതിന് നമുക്ക് കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മെഷർ ആൻഡ് അതുപോലെ തന്നെ ദോസ് നോട്ട് വെൽ ഓഫ്, അത്ര നല്ല സാഹചര്യത്തിലുള്ളവരല്ലാത്ത ബട്ട് ബിലോങ്ങിങ് ടു സോഷ്യൽ അഡ്വാൻസ് കമ്മ്യൂണിറ്റി ക്യാൻ ബി ഗിവൺ എ ഷെയർ ഓഫ് ദ റിസർവേഷൻ പൈ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഷുഡ് റിസോൾവ് ദിസ് ക്വസ്റ്റൻ ഏർലി. അപ്പൊ നോക്കിയേ, അപ്പോഴും ഓദർ പറഞ്ഞു വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ പോവേർട്ടി അലിവേഷൻ ആയിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? വെൽ ഓഫ് ഫാമിലി, അത്യാവശ്യം വെൽ ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ? വെൽ ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ ക്രീമി ലെയർ ഇല്ലേ വരുന്നത് OBC കാറ്റഗറി പെടുന്നവരാണ് അല്ലെ. ഒരുപാട് നമ്മുടെ നാട്ടിലെടുത്ത് നോക്കി OBC കാറ്റഗറി പെടുത്ത് എനിക്ക് പരിചയമുള്ള, ഞാൻ പറയുന്നവർ എനിക്ക് പരിചയമുള്ള ST OBC കാറ്റഗറി പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സമയത്ത്. അവർക്ക് നല്ല ക്രീമി ലെയറിൽ വരുന്നവരാണ്. ദേ ബിലോങ് ടു സോഷ്യലി അഡ്വാൻസ് കമ്മ്യൂണിറ്റീസ് ആണ്. എന്നാൽ അതേസമയം അവർക്ക് നല്ല ഇക്കണോമിക്കലി ഫിനാൻഷ്യലി സോഷ്യലി ആൻഡ് അതേസമയം എഡ്യൂക്കേഷണലി നല്ല ക്രീമി ലെയറിൽ പെടുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ റിസർവേഷൻ പൈയുടെ ഒരു ഷെയർ നമ്മൾ കൊടുക്കുമോ? ഷെയർ ഓഫ് ദി റിസർവേഷൻ പൈ കൊടുക്കുമോ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ഇനീക്വാളിറ്റി വന്നില്ലേ? അവിടെ ഒരു മനസ്സിലായോ? അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അത് ആദ്യം പോയി റിസോൾവ് ചെയ്യണമെന്നാണ് ഓതർ പറഞ്ഞത്. ദാറ്റ് ഈസ് എ ക്ലിയർലി അനലിറ്റിക്കൽ എസ്സേ. കൃത്യമായിട്ട് അനലിറ്റിക്കൽ ആയിട്ട് രീതിയിലാണ് പുള്ളിക്കാരൻ കൊണ്ടുപോയിരിക്കുന്നത്. കാര്യങ്ങളുടെ പോസിറ്റിവിറ്റിയും പറഞ്ഞിട്ടുണ്ട്, അതേസമയം നെഗറ്റീവ് കാര്യങ്ങളെ പറ്റിയും യൂട്ടിലൈസ് ചെയ്ത് അനലിറ്റിക്കൽ ടോണിലുള്ള ഒരു എസ്സേ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? നോട്ട് എസ്സേ, ഐ എം സോറി, എസ്സേ അല്ല, ആർട്ടിക്കിൾ, ന്യൂസ് ആർട്ടിക്കിൾ. എസ്സേ അല്ല ഇത്, സോറി, ന്യൂസ് ആർട്ടിക്കിൾ. ടോൺ ഇതാണ്, അനലിറ്റിക്കൽ ആണ്. മനസ്സിലായോ അത്? ഓ ഗോഡ്, വന്നു. ഓക്കെ, ഓൾ റൈറ്റ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ബാക്ക്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യം, അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ, അതാണ് കേട്ടോ ഉദ്ദേശം, പശ്ചാത്തലം. ക്രിട്ടിക്കൽ ആണ്, അതേസമയം അനലിറ്റിക്കൽ ആണ്. യെസ് എബില, ഗ്രേറ്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ?
എങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് തംസപ്പ് ഇട്ടേ, എങ്കിൽ നമുക്ക് നേരെ പോകാം ഇന്നത്തെ ക്വസ്റ്റനിലോട്ട്. ഓക്കെ, ക്രിട്ടിക്കലും ആണ് കേട്ടോ. ഈസ് ക്രിട്ടിക്കലായിട്ട് പറയാണ്. ഇല്ലെങ്കിൽ ശരിക്കും ഒരു വാർണിംഗ് ഇവിടെ തരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല അല്ലേ? ഇറ്റ്സ് ഓൾസോ എ വാർണിംഗ്. കാരണം നമ്മുടെ പുതിയൊരു പോളിസീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വരുത്തും അല്ലേ, അത് കറക്റ്റായിട്ട് എല്ലാവരിലോട്ടും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണമെന്ന് ഓതർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞേ എപ്പോഴും ഉണ്ടെന്ന്, ഇടയ്ക്കിടയ്ക്ക് വരും. ആരാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വരും, നമ്മുടെ സെഷനിൽ വന്ന് കൊളവാക്കിയിട്ട് പോകും. ഓക്കെ, മൂവിങ് ഓൺ ടു അവർ ക്വസ്റ്റ്യൻ. പിടിച്ചോ ഇന്നലത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഡേ ഫ്രൈഡേ ക്വസ്റ്റ്യൻ. Dalit politics is at a crossroad in the heartland as the BSP is facing extinction and there is vacuum to be filled. പറയൂ, ആൻസർ പറയൂ. Dalit politics is at a crossroad in the heartland as BSP is facing extinction and there is vacuum to be filled. ഏതാണ് പറയൂ. കുറെ പേര് ആൻസർ തന്നായിരുന്നു, കുറച്ച് പേര് കൂടെ ആൻസർ തരാനുണ്ടല്ലേ, പറഞ്ഞോളൂ. ഒരു കാര്യം പറയാം, ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടു ക്രോസ് റോഡ് എന്ന് പറഞ്ഞ് നാളെ തന്നെ വരച്ച് കാണിച്ചു. ക്രോസ് റോഡ് 1, 2, 3, 4 റോഡുകൾ ഒരുമിച്ച് കൂടുന്നതിനെ ക്രോസ് റോഡ് എന്നാ പറയല്ലേ. ക്രോസ് റോഡ് എന്ന് പറയോ, അത് തന്നെ 1, 2, 3, 4 ഇൻ ദ സെൻസാ. അപ്പൊ ക്രോസ് റോഡ് എന്ന് പറയില്ല, അത് നമ്മൾ ക്രോസ് റോഡ്സ് എന്നാ പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നതാണ് ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും, ഒരു ക്രോസ് റോഡ് എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് ക്രോസ് റോഡ്സ് എന്ന് തന്നെയാണ് കേട്ടോ. ഐഡന്റിക്കൽ ആയിട്ടുള്ള സിംഗുലറും പ്ലൂറലും ഉള്ള സാധനം ഇത്. ക്രോസ് റോഡ്സ് സിംഗുലറുമാണ്, ക്രോസ് റോഡ്സ് പ്ലൂറലുമാണ്. ദർ ആർ ക്രോസ് റോഡ്സ്, ദർ ഈസ് എ ക്രോസ് റോഡ്സ് കേട്ടോ. ഒരു ക്രോസ് റോഡ് എന്ന് പറയുമ്പോൾ 3, 4 ഒരുമിച്ച് വരുന്നതല്ലേ, അതുകൊണ്ട് സിംഗുലർ. അതുപോലെ തന്നെ ഡിയർ ആൻഡ് ഡിയർ അല്ലേ, ഡിയറിന്റെ പ്ലൂറലും ഡിയർ തന്നെയല്ലേ അല്ലേ, ആണോ? ഷീപ്പിന്റെ പ്ലൂറൽ ഷീപ്പ് തന്നെയല്ലേ. അതുപോലെ ഐഡന്റിക്കൽ പ്ലൂറലുള്ള കുറച്ച് വേർഡ്സ് ഇല്ലേ, അതായത് കേട്ടോ. Dalit politics is at a crossroads in the heartland as the BSP is facing extinction and there is vacuum to be filled. ഇത് വാക്യൂം ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. VACCUU CC ഇല്ല, സോറി, ഒരു C and W ഉണ്ട് കേട്ടോ. വാക്യൂം സ്പേസ്. ഓക്കെ, വേക്കൻറ്റ് സ്പേസ്, വാക്യൂം. മൂവിങ് ഓൺ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. Experts say it is too early that determine variants impact and urge people to take vaccines precautions. Okay, experts say it is too early that determine variants impact and urge people to take vaccines precautions. Okay, shrimp, yes Yamina, shrimp തന്നെ clear, yes. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാവരും ആൻഡ് ആൻസർ തരാം കോമന്റ് സെക്ഷനിൽ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. റെക്കോർഡ് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു. ജോയിൻ us on our ടെലിഗ്രാം ചാനൽ കേരള PSC ഷോർട്ട് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് അയക്കുക, ഞാൻ റിപ്ലൈ തരാം. ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കേട്ടോ. അതുപോലെ തന്നെ Ada24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്പിന്റെ പ്രത്യേകത യു വിൽ ഗെറ്റ് മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ലൈവ് ക്വിസസ്, ഇതൊക്കെ ഫ്രീ ലൈവ് ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും എല്ലാ സബ്ജക്ട്സിന്റെയും. അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ PDF ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവും ആപ്പിലൂടെ. ഓക്കെ, സോ കണ്ടന്റ് ഒക്കെ ഒരുപാടുണ്ട്, ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ആപ്പിലൂടെ കിട്ടും. മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ഇറ്റ് അപ്രോപ്രിയേറ്റ്ലി. സോ ടേക്ക് കെയർ. Until then, bye bye and enjoy your day.